നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. നമ്മൾ പുതിയൊരു എപ്പിസോഡ് തുടങ്ങാൻ പോവാണ്. പുതിയൊരു എപ്പിസോഡ് കാണാനും നമ്മുടെ സ്കിറ്റൊക്കെ കണ്ട് കൈയടിക്കാനും ചിരിക്കാനും ഒക്കെ ആയിട്ട് തൃശ്ശൂർ ചാവക്കാട് പ്രോജക്റ്റിൽ നിന്നും പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ 33ഓളം വരുന്ന അംഗനവാടികളിൽ നിന്നും വളരെ കുറച്ച് അംഗങ്ങൾ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ഷാജോൻ ചേട്ടാ, ബിജുക്കുട്ടൻ ചേട്ടാ. നമസ്കാരം. പറയൂ, എന്തൊക്കെയാണ് പുതിയ പ്രതീക്ഷകൾ, പുതിയ വിശേഷങ്ങൾ? ചിരി തന്നെ അല്ലേ? അതെ, പുതുമയുള്ള സ്കിറ്റുകൾ വരുമെന്നുള്ളതാണ് പ്രതീക്ഷ. പൊട്ടിയുള്ള ചിരികൾ പ്രതീക്ഷ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. തീ കൊടുക്കാൻ പോണുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ കൊളുത്തി തുടങ്ങിയോ? ഞാൻ ഫസ്റ്റ് ടീമിനെ വിളിക്കാം. നമ്മുടെ ഐറ്റം ടീമാണ് വരാൻ പോകുന്നത്. രാജേഷ് കൊട്ടാരത്തിൽ, ഹരി ആൻഡ് സുജിത്. ഹലോ 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 സ്വാമി, നിങ്ങൾ എവിടായി? ഞാന് ഈ കുമ്പളാമ്പയ്യ വന്നിറങ്ങിയിട്ട് ഇവിടെ നിൽക്കുക. സ്കൂള് കണ്ടോ? സ്കൂള് കണ്ടായിരുന്ന ഞാൻ ഈ പണിക്ക് ഇറങ്ങുമോ? അത് ശരി. എന്നാ ഒരു കാര്യം ചെയ്യേ, മുമ്പോട്ട് അങ്ങോട്ട് നടന്നേ. മുമ്പോട്ട് നടക്ക. കട്ട് ചെയ്യല്ലേ? ഇല്ലല്ല, അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് കണ്ടോ? ഓട്ടോ സ്റ്റാൻഡ് കണ്ടു. അതിന്റെ ആദ്യം കാണുന്ന ആ ഓട്ടോക്കാരനോട് ചോദിക്കണം ഒടിയം കൊച്ചാട്ടന്റെ ബെസ്റ്റിയുടെ വീട് ഏതാണ്. അപ്പം ആ പുള്ളിക്കാരൻ ആ വീട്ടിലോട്ട് കൊണ്ടുവന്നോട് കണ്ണടച്ച് അവൻ കൊണ്ടുവിടും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നടന്നേ വരുന്നുള്ളൂ. അവൻ കണ്ണടച്ച് ഓട്ടോ ഓടിച്ചാൽ എനിക്ക് 2 പൊടിപ്പിള്ളാരാ. ശരി, അതാ എങ്ങനെയാലും ഇങ്ങനെ വാന്നു. ഹലോ സാബിയേ, വെച്ചോ എന്തോ എനിക്കറിയത്തില്ല. ആ ഫോണിൽ ആ ഡിപ്ലേയും പോയി. ഒടിയം കൊച്ചാണ്ട് ഇത് തെങ്ങ കയറി എനിക്ക് ഉണ്ടാക്കി തന്നെ ഒരു ഡിപ്ലേയാ. ആ ഡിപ്ലേയും പൂട്ടിച്ച് കളഞ്ഞു. എന്തോ ചെയ്യാനാ? ആരാന്നോ? ഞാനല്ലേ ഇപ്പൊ നിങ്ങളെ ഫോണിൽ വിളിച്ചത്. നിങ്ങളൊരു മന്ത്രവാദിയോട് പറഞ്ഞായിരുന്നു വരണമെന്ന് പറഞ്ഞു. ആ സാമിയാ വന്നേ. ആ സാമിന്ന് വരുവാന്നോ? അല്ല, ഗുജറാത്തിന്ന്. പൊന്നമ്മച്ചി, ഞാൻ ആ സാമിയാ മന്ത്രം. ആ സാമിയാന്നോ? ആ സാമിയാ. അപ്പൊ ഞാനേ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ നമ്പർ എനിക്ക് കിട്ടിയത് നമ്മുടെ ഗിരിജ ഉണ്ടല്ലോ, എന്റെ വീടിന്റെ തൊട്ട് താഴെ കാണുന്ന ആ ഗിരിജ എനിക്ക് ഈ നമ്പർ തന്നത്. ആ ഗിരിജ എനിക്കറിയാം. അറിയാമോ? ഗിരിജയുടെ അച്ഛന്റെ വർക്കൊക്കെ ഞാനാ ചെയ്തേ. ആണോ? ആ ആത്മാവൊക്കെ ഞാനല്ലേ പിടിച്ചേ. അത് ശരി. പിടി കിട്ടത്തേ ഇല്ലായിരുന്നു. പിന്നെ എവിടെ ഇട്ട് പിടിച്ചോ? ഞാൻ ആ മൈലപ്പുറ കവലിട്ട് പിടിച്ചു. പിടിച്ചാൻ കൊണ്ട് ഒരു കൊച്ചു കലത്തിലാക്കി കൊണ്ട് കൊടുത്തു. എവിടെ കൊണ്ട് തള്ളിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്തുവായാലും അത് പോട്ടെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊടിയും കൊച്ചാണ്ട് ആത്മാവ് ഇവിടെ ഈ ഗിരിജയുടെ തള്ളയുണ്ട്. 90 വയസ്സ് കഴിഞ്ഞു. എന്റെ പൊന്നു സ്വാമി, എന്തോ ഈ ആത്മാവ് ഈ ഗിരിജയുടെ തള്ളയുടെ ദേഹത്ത് ഇതാ കേറുക. എന്തിനാ സ്വാമി പറ, എന്തിനാ? എങ്ങനെയും അവനെ പിടിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ മുറ്റത്തൂടെ ഈ ആത്മാവത്തേക്ക് ഉടക്ക് പോകുന്നത് ചേട്ടാ. ഞാൻ വൈകിട്ട് കുളിയും കഴിഞ്ഞ് ഈ ഡ്രസ്സെല്ലാം കൊടുത്ത് ഞാൻ ഈ തിണ്ണയ്ക്ക് ഇവിടെ ഇരിക്കുമ്പം ഈ ആത്മാവിൽ എന്റെ ദേഹത്തോട്ട് വന്ന് കയറിയല്ലെന്താ? അത് ന്യായമാണോ? അന്ന് അവനെ പിടിച്ച് ഈ കാലത്തിലാക്കണം. ഇനി ഇവനെ എങ്ങും പോയി കയറരുത്. ഇവനെ ഒതുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പൊ ഒരു കാര്യം ചെയ്യ്. എന്തുവാ? ഞാൻ കുറെ ലിസ്റ്റ് അങ്ങോട്ട് തന്നില്ലായിരുന്നു. ലിസ്റ്റ് തരുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യും. അവള് പറഞ്ഞ ഭയങ്കര പ്രഗത്ഭനായ ഒരു സ്വാമിയാന്നായി എന്നോട് പറഞ്ഞ കാര്യം എനിക്ക് എന്റെ നാളെ എന്റെ ബർത്ത്ഡേ, എന്റെ എന്തോ ബർത്ത്ഡേ പിറന്നാളാ. അപ്പൊ അതിന് സ്വാമി ഒരു ആശംസാ വീഡിയോ ഇട്ട് തരണം. എന്നെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടല്ലേ പറഞ്ഞത്. ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചന്ദ്രൻ സ്വാമി. ഈ കുഴിയിലോട്ട് കാലിൽ നീട്ടിയിരിക്കുന്ന ഈ തള്ളക്ക് എന്തിന്റെ കേടാന്ന് എനിക്കറിയത്തില്ല. എന്നാലും വേണ്ടുകയില്ല, ഇവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാളാശംസകൾ. താങ്ക് യു. ഹായ്. ഇത് ഞാൻ പോസ്റ്റിൽ ഇട്ടോളാം. ശരി, ഒരു കാര്യം ചെയ്യ്, ലിസ്റ്റിംഗ് എടുത്തേ. ലിസ്റ്റിലുള്ള സാധനങ്ങൾ മൊത്തം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ലിസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ടെന്നാ. ലിസ്റ്റ് നോക്കി സാധനങ്ങളെല്ലാം അങ്ങോട്ടൊന്ന് പറക്കി വെച്ചേക്കണം കേട്ടോ. ഞാനൊന്ന് ഇരിക്കട്ടെ. ഇരുന്നു. എനിക്കൂടെ സ്ഥലം വെച്ചേക്കണം. വായിക്കട്ടെ. വായിച്ചോ ലിസ്റ്റ്. ഇഷ്ടിക 4 4 പറഞ്ഞു വെക്കാതെ എണ്ണി ഇങ്ങോട്ട് മാറ്റേ. 1 2 4 ഇതിന്റെ അകത്തുണ്ട്. ഉണ്ടോ? അടുത്തത് പറ. കല 1. കല 1. പിന്നെ ഞാന് സ്വാമി പറയാത്ത ഒരു കാര്യം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്തുവാ? 1 കിലോ കപ്പയും കൂടെ വാങ്ങിച്ചു. അതെന്തിനാ കപ്പ? ഓമം കഴിഞ്ഞ് പുഴുങ്ങി തിന്നരുതോ? എന്താ അതിനല്ല, കലം അതിനല്ല. എന്തിനാ? നിങ്ങളുടെ പൊടിയെ കൊച്ചാണ്ട് ആത്മാവിനെ പിടിക്കാനാ. അയ്യോ, കപ്പ പിഴുങ്ങാനല്ല കലം. നല്ലൊരു കാര്യം ചെയ്താലും വാങ്ങിച്ചല്ലേ, നമുക്ക് ഈ കോമത്തിനകത്തോട്ട് ചുട്ട് തിന്നാം. പക്ഷെ ഉള്ളു വേഗമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഉള്ളു വെന്തിരിക്കുവാ ഇപ്പം.
അങ്ങനല്ല പറഞ്ഞ കപ്പയുടെ ഉള്ളു വേകുമെന്ന് എനിക്ക് അറിയത്തില്ലെന്നാ പറഞ്ഞത്. ആ അത് ശരി, ബാക്കി പറഞ്ഞ. ബാക്കി പറയട്ടെ. കഥകളിപ്പഴം. കഥകളിപ്പഴമൊന്നല്ലയോ? ഒരു കായ അങ്ങ് വെട്ടി മാറ്റിയാ പോരെ? ഏതാ ഈ കൊണ്ടുവന്നതിനകത്തോ? കൈ ഞാൻ വെട്ടും. കറക്റ്റ് അളവിനുള്ള പഴമാ പറഞ്ഞേക്കുന്നത്. ആ അടുത്തത് പറ കേട്ടോ. ആ. പിന്നെ 6 വെറ്റ. ആരാ സ്വാമിയുടെ ഭാര്യയാന്നോ? അത് 2 വെറ്റാ. ഞാൻ പറഞ്ഞത് 6 വെറ്റ. 6 വെറ്റ വാങ്ങിച്ചിട്ടുണ്ട്. വിളക്കത്തിരി. എന്താ ഈ ലൈറ്റിന് അത്ര വെട്ടം പോരാ? വിളക്കത്ത് വന്നിരിക്കാനല്ല, വിളക്കിലിടുന്ന തിരി, വിളക്കത്തിരി. 7 തിരി വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം ഒതുങ്ങുമോ നോക്കട്ടെ. നോക്ക്. പിന്നെ വട്ടച്ചീപ്പ് 1. എന്റെ പൊടിയും കൊച്ചാട് മുടി ചെയ്യത്തേ ഇല്ലായിരുന്നു, പിന്നെ അതിനാ വട്ടച്ചീപ്പ്. ഈ ഗോമം കഴിയുമ്പോ ഇതൊരു പരുവാകും. വൃത്തിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ടേ. അത് വാങ്ങിച്ചിട്ടുണ്ട്. ഉണ്ടോ? നമുക്കെന്നാ തുടങ്ങാം. എഴുന്നേറ്റ് നിന്നാട്ടെ. എനിക്ക് പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ല. ആരണ്ട് ആവശ്യപ്പെട്ടാണോ? പൂവന്റെ പൂവെല്ലാം തണ്ടി സഞ്ചിക്കാത്തുണ്ട്. ഉണ്ടോ? എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പൂ ഇങ്ങെടുക്ക. കൊണ്ടുപോവാ കൊണ്ടുപോവാ. എന്നിട്ട് എവിടെ നിന്നോണേ കേട്ടോ. അവിടെ നിൽക്കാം. ഞാന് ഈ പൂ കുറച്ചങ്ങോട്ട് തരാം. എന്നിട്ട് മന്ത്രം അങ്ങോട്ട് ചൊല്ലും. ഓരോ മന്ത്രം ഉച്ചരിക്കുമ്പോ അതിന്റെ അവസാനം ഓഹോ. ഓഹോ എന്താ പറയും? ഓഹോ. അത് ചൊല്ലിയിട്ട് പൂ ഇതിനകത്ത് ഇടണം. ഇട്ടേക്കാം. ഓക്കെ, റെഡിയായല്ലോ? റെഡിയായി. ഇടട്ടെ പൂവ്. അത് ഗ്യാസ് കയറിയതാ. തുടങ്ങാന്നേ. ഓം. ഇത് ഗ്യാസ് അല്ല. ഓം കോടാമഞ്ഞിൻ ഓഹോ താഴ്വാരയിൽ ഓഹോ കാക്കടമ്പ് പൂക്കുമ്പോ. ഓഹോ ഇത് പുള്ളി പൊരിച്ച പുള്ളിയാന്നല്ലോ. കേറുവോന്ന് സംശയമാണ്. എന്റെ എങ്ങനെയാലും കേറ്റാൻ നോക്ക് ഈ നാശത്തിന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇയാളിന്റെ വലിപ്പം ഒന്ന് പറയാവോ? വലിപ്പം എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നു സ്വാമി, ഒരു 6 അടി പൊക്കമുണ്ട്. അതുപോലുള്ള ശരീരം. അപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം ഈ കലത്തിൽ കൊള്ളുവോന്നറിയാനാ. ചെയ്യും. അതില്ലെങ്കിൽ നമുക്ക് ബിരിയാണി ചെമ്പ് എടുക്കേണ്ടി വരും. അത് ഞാൻ ഇവിടുന്ന് പോയി ഉണ്ടാക്കി കൊണ്ടുവരാൻ. ഞാൻ ചെയ്യണം. എന്തോ ചെയ്യണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ പിടിച്ച് എങ്ങനെയാലും കലത്തിലാക്കണം. ഇതിനകത്ത് കൊള്ളിക്കാനോ? ഇതിന്റെ അകത്ത് കൊള്ളിച്ചാല് മതി. ഇതിന്റെ അകത്ത് കൊള്ളുന്നതിന്റെ അത്രയും കൊണ്ടാ മതി. അത് ഞാനാ പറഞ്ഞത്. അപ്പൊ പൂ എന്തിയാ കൈ തന്നത്? പൂ വേണ്ട. തീർന്നു. അത് കൈ പിടിച്ചോ. കൈ പിടിക്കേ. കൈ പിടിച്ച് മന്ത്രം ചൊല്ലാം കേട്ടോ. सबरों की जिंदगी जो कभी न की कदम को जाती है, सबरों की जिंदगी जो कभी न की कदम को जाती है. മോഹൻ തോമസും ചുച്ചിഷ്ടാമ 4 നേരം വൃത്താനും വെട്ടി വിലക്കി കറങ്ങി നടക്കാതെ ഈ കലത്തി വന്ന് കയറാനാ പറഞ്ഞത്. കൊടിയൻസ കലത്തി കയറാനാ പറഞ്ഞേ. കയറിങ്ങേ. അയ്യോ, ജീവിച്ചിരുന്ന സമയത്ത് നല്ല കയറിങ് ആയിരുന്നു. അങ്ങനെയാണോ പറഞ്ഞേ? ഈ കലത്തിലോട് വന്നിങ്ങോട്ട് കയറാനാ പറഞ്ഞത്. കയറാനാണോ പറഞ്ഞത്? ഞാൻ നോക്കട്ടെ. ഞാൻ എന്തുവാ പറഞ്ഞേ? എനിക്കറിയാമല്ലോ ഇവൻ വരുമെന്ന്. എനിക്കറിയാൻ വരുന്നു ഇവനെ. ഞാൻ എന്തുവാടി എന്തുവാ ഇപ്പൊ 3/4 ഭാഗത്തോളം ആയിടി പൂജയൊക്കെ. എന്നാലും ആളിങ്ങോട്ട് വരുന്നില്ല. പൊടിയൻസ് ഈ കലത്തേൽ എങ്ങനെയാലും ഞാൻ തള്ളി കയറ്റും അവനെ. അത് ഈ ഭാനുമതിയാ പറഞ്ഞത്. അത് നീ നോക്കിക്കോ. അത് തുടങ്ങാൻ സ്വാമി. ഞാൻ ഒന്നോടൊന്നും ചൊല്ലാം. ഞാൻ വന്നേലായിട്ട് മോഹൻ തോമസിന്റെ ഉച്ചിട്ടാമതിയോ 4 നേരം വെട്ടാനും വെട്ടി കഴിഞ്ഞ് ആസരത്തിൽ വാലും ചുരുട്ടി വാവിലെ കറങ്ങി നടക്കാൻ വന്ന് കലത്തിൽ കയറാനാ പറഞ്ഞു. ഞാൻ ചോദിച്ചേ, കിഴക്കെവിടാ? കിഴക്ക് എവിടെ? കിഴക്കെവിടാന്ന്? കിഴക്ക് തോണ്ട്. ഇത് പിന്നെന്തുവാ? ഇത് ഈ കൈ പൊങ്ങുമ്പോ എന്റെ ഈ കൈ ബാലൻസ് ആണ്. ഇവിടെ നിങ്ങളെ കലത്തി കയറ്റാനുള്ള പൂജ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പിന്നെ എന്താ ചെയ്യുക വേറെ? സ്വാമി നിങ്ങളോടല്ല, ഇവിടെ വേറെ ഒരാൾ വന്നിട്ടുണ്ട്. ആ ഒരു വ്യക്തിയോടാ പറഞ്ഞത്. ഇത് കള്ളസ്വാമിയാ. എന്റെ 3 മാസത്തെ പെൻഷനായി ഈ കൂട്ടിയിട്ടിരിക്കുന്നത് അറിയാമോ? ഇപ്പൊ വേണ്ട ഒരു ബലിക്കൊക്കെ കിടന്നിട്ട് വട്ടം കറങ്ങുക. അതെന്താ? എന്റെ പെൻഷൻ മുടക്കാൻ. അപ്പൊ എനിക്കൊരു കൂട്ടാകത്തില്ലയോ? അതിന് ചില പുളിക്ക് ഈ സ്വാമിയെ പറഞ്ഞു വിടാൻ നോക്കുന്നു. ഞാൻ സ്വാമിയെ പറഞ്ഞു വിടത്തില്ല. നിങ്ങൾ എങ്ങനെയാലും പെട്ടെന്ന് കലത്തിൽ കയറും. ഞാൻ കയറത്തില്ല. അതെന്താ നിങ്ങൾക്കൊരു നിർബന്ധം? ഞാൻ അറിയാൻ വയ്യാണ്ട് ചോദിക്കുക. അമ്മച്ചി, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? എന്തുവാ സംസാരിക്കാൻ? സ്വാമിയോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കുഞ്ഞാളി കലത്തിൽ കയറിയിരിക്കാൻ പറ. കണ്ടോ, സ്വാമി വരെ പറഞ്ഞു കലത്തിൽ കയറാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളെ കരിച്ചു കളഞ്ഞതല്ലയോ? അന്നേരം ഈ കൂടെ ഈ വടിയും കരിഞ്ഞു പോയതല്ലയോ? പിന്നെ എന്തിനു ഈ കോപം കുത്തിപ്പിടിച്ചോണ്ട് നിൽക്കുവാന്ന്? ഈ കഥക്കകത്തൊരു ലോജിക്ക് വേണ്ടേ? കുത്തി നടക്കണ്ടേ? കുത്തി നിങ്ങൾ ആവുന്ന കാലത്ത് നടന്നേം ചെയ്യാം.
ഞാൻ ഈ പൂജ ഇപ്പൊ ഇവിടെ വെച്ചത് അറിയാമോ? കലത്തിൽ കയറ്. കേറാൻ പറ കാലത്തില്. പെട്ടെന്ന് കലത്തിൽ കയറ്. ഞാൻ കേറത്തില്ലെന്ന്. നിങ്ങൾ എന്തിനു കിടന്ന് വാശി പിടിക്കുവായി എന്റെ പൊടിയും കൊച്ചാട്ടാ? നിങ്ങൾ ക്ഷീണിച്ചൊരു പരുവമായില്ലയോ? ഓ, ഒന്നും കഴിക്കാൻ കിട്ടത്തില്ല അവിടെ. ഉഷയുടെ പൊടിക്കൊച്ചിന് അംഗൻവാടിയെന്ന് കേട്ട അമൃതം പൊടി ഇവിടെ ഇരിപ്പുണ്ട്. അത് ഒരു കുറുക്കുണ്ടാക്കി അങ്ങ് തന്നാലോ? അങ്ങനെ അത് കഴിച്ചിട്ട് തുടങ്ങാം. ആ, അത് കയ്യിരിക്കുള്ളൂ. അത് കഴിച്ചിട്ട് തുടങ്ങാൻ. കേറെങ്ങനെയും കലത്തിൽ. ഞാൻ കേറത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കേറത്തില്ല. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പിന്നെ നമ്മുടെ അവിടെ പേര് ഞാനങ്ങ് മറന്നുപോയി. എന്തോ ചെയ്യാനാന്ന് പറയാ ചില സമയത്ത്. ഗിരിജയുടെ വീട്ടിൽ ആ തള്ളയുടെ വീട്ടിൽ വന്ന് കയറിയത് നിങ്ങളല്ലയോ? അയ്യോ, ഞാനല്ലെന്നത്. അല്ലാതെ ആരാ? ഞാനല്ല. ഞാൻ ഇവിടെ ഈ ദേശത്തുള്ള ഒരു പെണ്ണുങ്ങളുടെ ദേഹത്തും എന്റെ ആത്മാവൊന്നും കയറിയിട്ടില്ല. എന്റെ ദൈവമേ, എന്തുവാ അപ്പൊ ഒരാഴ്ച നിങ്ങൾ എവിടെ പോയി? ഞാൻ വിളിച്ചപ്പം വിളിപ്പുറത്തെത്തി. അവിടെ പോയിരിക്കും സ്വാമി. ഞാൻ ഈ ഭാഗത്ത് ഒരു പെണ്ണിന്റെ ദേഹത്ത് എന്റെ ആത്മാവ് കയറിയിട്ടുള്ളൂ. ആരുടെ? ആരുടെ അത് ഞാൻ പറയാം. അങ്ങ് പറക്കോടില്ലയോ? പറക്കോട്. പറക്കോട് എന്തുവാന്നാ പറഞ്ഞേ? എൻ സ്വാമി ഇപ്പൊ ആത്മാവ് പറയുന്നത് പറക്കോടെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ചെന്ന് ഈ ആത്മാവ് കയറിയിട്ടുണ്ട്. ഉണ്ടോ? ആ, ആ, ചോദിക്കേ. എന്നിട്ട് ആ വീട് ഏതാ? എന്തുവാ? ആ സോപ്പ് കമ്പനിയുടെ അവിടെ ആ. മിനിന്നും പറഞ്ഞോണ്ട് അംഗൻവാടി ജോലിക്ക് പോകുന്നൊരു പെണ്ണുണ്ടായിരുന്നല്ലോ. ആ, സോപ്പ് കമ്പനിയുടെ അവിടെ മിനി എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്, അംഗൻവാടി ജോലിയുള്ള. അവിടെ എത്താണ് കയറിയത്? ആ. അയ്യോ, എന്റെ ഭാര്യയാ. എന്റെ ഭാര്യയുടെ ദേഹത്താണ് ഇവൻ കയറിയേക്കുന്നത്. നിങ്ങളുടെ ഭാര്യയാണോ അത്? പിന്നല്ലാതെ ഇവന് ഇപ്പൊ ഞാൻ നോക്കി ഇവന് രണ്ടെണ്ണം ഞാൻ കൊടുക്കും ഇന്ന്. കൊടുക്കരുത്, കലത്തിൽ കയറ്റാൻ. ഞാൻ ഇന്ന് അങ്ങനെ അടിക്കാതെ അവിടെ എല്ലാം നിൽക്കുന്നു. ഇതിന്റെ എവിടെ നിൽക്കുന്ന കാര്യം പറയുന്നത്? സ്വാമി ഇവിടെ നിൽപ്പുണ്ട് എന്റെ പുറകെ. ഞാൻ പറയട്ടെ, ഒരു മാസമായി മിനി എന്നോട് മിണ്ടുന്നുമില്ല, എനിക്ക് ആഹാരവും തരുന്നില്ല, ഒരു മുറിക്കകത്ത് അടച്ച് അനുത്തിരിക്കുക. എന്റെ ദൈവമേ, ആളല്ലോ നമ്മളറിഞ്ഞോ? അതാ അങ്ങനെ പെട്ടെന്ന് വിനെ കലത്തിൽ പിടിച്ച് കയറ്റാൻ. ആഹാ ആഹാ, അതെനിക്കറിയണമല്ലോ. എന്തോ കാണിക്കാൻ പോവാ? നല്ലൊരു മന്ത്രവാദിയെ കാണാൻ പോവാ. നിങ്ങൾ മന്ത്രവാദിയല്ലയോ? ആഹാ, അവനോന് വരണം, എന്നാലേ അറിയത്തുള്ള എന്റെ ദീനം. മനസ്സിലായോ? അവിടെ ഞാൻ പോയി അത് ആദ്യം മാറ്റട്ടെ. സ്വാമി പോകരുത്. എന്റെ ഭാനുമതി അവൻ പോട്ടെ. ആഹാ, എന്നാ നല്ലൊരു മന്ത്രവാദിയെ ഞാൻ കൊണ്ടു നിങ്ങളെ ഈ കുടത്തിൽ കയറ്റും. ഭാനുമതി പാല് മതി, നല്ല മോര് മതി. പൊടിയക്കൊച്ചേട്ടൻ ഒരു നല്ല കൈഡി. അങ്ങനെ നമ്മൾക്ക് പൊടിയക്കൊച്ചേട്ടനെ കാണാൻ പറ്റി. ഷാൻചേട്ടാ, പൊടിയൻ കൊച്ചേട്ടൻ ഇന്ന് കലത്തിൽ കയറിയില്ല. നമ്മുടെ പരിപാടി ഇന്ന് കലങ്ങിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ തമാശകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ എന്താണ്, നാടൻ തമാശകളാണ്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള തമാശകളും ആ ഒരു ഭാഷയുടെ പ്രയോഗങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ ഒരുപാട് ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ തപ്പിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഓഡിയൻസിന് പലതും മനസ്സിലാവില്ല. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾ വെൽ പ്രാക്ടീസ്ഡ് ആയിട്ട് ഗംഭീരമായിട്ട് ഒരു ഡയലോഗ് പോലും തെറ്റാതെ പക്കയായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇതൊരു ഗംഭീര സ്കിറ്റായിട്ട് മാറേണ്ട ഒരു സംഭവം ഇതിനകത്തുണ്ടായിരുന്നു, സത്യം. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻചേട്ടാ. നസീർക്ക, ഈ പൊടിയൻ കൊച്ചേട്ടൻ്റെ എപ്പിസോഡ് നമ്മൾ കുറേ ആയി കാണാൻ തുടങ്ങുന്നത്. ഇതിപ്പോൾ നിങ്ങൾ എത്രാമത്തെ ഭാഗമാണ്? നാലാമത്തെ ഭാഗമല്ലേ ഇത്? നാലാമത്തെ അല്ലേ? നാലാമത്തെ ഭാഗമാണ്. അപ്പോൾ ഈ നാലാമത്തെ ഭാഗം നിങ്ങൾ ചെയ്യുമ്പോഴും 3 ഭാഗത്തിൽ ഈ പൊടിയൻ കൊച്ചേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഓഡിയൻസിൻ്റെ മനസ്സിൽ കയറി കിടന്നുപോയി. കാര്യം അവർ എല്ലാവരും സംസാരിക്കുന്ന ആ ഒരു പൊടിയൻ കൊച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെ കുറിച്ചാണ്. അത്രയും ജനങ്ങളുടെ ഹൃദയത്തിൽ കയറിയ ഒരു സാധനം നമ്മൾ നാലാമത് ചെയ്യുമ്പോൾ അത് 5, 6, 7 മേളിലായിരിക്കണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഉഗ്രം സാധനമാണിത്. കാര്യം പൊടിയൻ കൊച്ചേട്ടൻ വേറൊരു പെണ്ണിൻ്റെ ദേഹത്ത് കയറിയ കലിപ്പിലാണ് ഈ ഇല്ലാത്ത കാശ് പെൻഷൻ കിട്ടിയ പൈസ വെച്ചിട്ട് ഈ കർമ്മം ഇവിടെ നടത്തുന്നത്. ചെയ്തെടുക്കാനാണെങ്കിൽ ഇത് 100-ൽ 100 സ്കിറ്റാണിത്. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അക്ക. ഇരിക്കോട്ടെ ചേട്ടാ. പൊടിയങ്ക ചേട്ടാ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടല്ലോ അല്ലേ? എനിക്കും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. കാരണം എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ടുള്ള റിഹേഴ്സൽ നടന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് പൊടിയൻ കൊച്ചേട്ടൻ്റെയും വൈഫിൻ്റെ ഒക്കെ കാണുന്നത്. ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട്. വൈഫല്ല, കാമുകയോ? കാമുകയാണ്. ആ, അല്ല, വേറൊരു കാര്യം, ഞാനപ്പോൾ ഈ നിങ്ങളുടെ ബെസ്റ്റ് വന്നിട്ട് വല്ല ഫോൺ ജയിലില്ലേ, അതിൻ്റെ കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സ്കൂള് കണ്ടെങ്കിൽ ഞാൻ ഈ പണിക്കിറങ്ങും. അതൊക്കെ കേട്ടപ്പോൾ ഞാൻ കരുതി ഇത് വേറൊരു ലെവലിൽ പോകുന്ന കരുതി. കാരണം നിങ്ങളെ കാണിക്കാതെ തന്നെ നിങ്ങളുടെ വോയിസിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ പൊടിയൻ കൊച്ചേട്ടൻ വന്നു കഴിഞ്ഞിട്ട് പൊടിയൻ കൊച്ചേട്ടനാണ് ശരിക്കും കൂടി കുറേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പുള്ളി ആത്മാവാണല്ലോ. ആത്മാവിൽ നിന്നും കിട്ടുന്ന കുറേ കോമഡികൾ നമുക്ക് കിട്ടിയില്ല. ഇപ്പോൾ ഷാജോൻ പറഞ്ഞോട്ട് ഇതൊരു ഗംഭീര സ്കിറ്റായിരുന്നു തന്നെ. നടുക്ക് വെച്ചിട്ട് ഇപ്പോൾ കൊച്ചേട്ടൻ പൊടിയൻ കൊച്ചേട്ടൻ വന്നപ്പോൾ ഉള്ള ഒരു കുറച്ച് വലിയലും കാര്യങ്ങളും പിന്നെ അതിനകത്തുള്ള കൗണ്ടറുകൾ കുറവുകളൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നന്നായിട്ട് റിഹേഴ്സൽ ചെയ്യുക, നന്നായിട്ട് അടിച്ച് പൊളിക്കുക കേട്ടോ. താങ്ക് യു ചേട്ടാ. അപ്പോൾ ഇതിൻ്റെ മാർക്സ് നസീർക്ക? ഞാനൊരു 4000 രൂപ. 4000 രൂപ.
കൊച്ചുകുട്ടൻ ചേട്ടാ? ഞാനൊരു 6000 രൂപ. ടോട്ടൽ 10000 രൂപയായിട്ടുണ്ട്. ഷാജൻ ചേട്ടാ ടോട്ടൽ എമൗണ്ട് 20000 രൂപ. ഇത് നമ്മുടെ എമൗണ്ടേ അല്ല. അല്ലല്ല. ഇതുവരെ നല്ല സ്കിറ്റ് ചെയ്തതിന്റെ ഒക്കെ കണ്ണ് ഇതിലങ്ങ് പോയെന്ന് വിചാരിച്ചാൽ മതി. അടുത്തതിൽ ഉഷാറായിട്ട് വായോ. ഓക്കെ 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 ബ്രോ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീമിനെ വിളിക്കട്ടെ? സുഭാഷേ. ആ ടീമാണ് വരാൻ പോകുന്നത്. ആ, രജിത് ചേട്ടൻ, പ്രജിത്ത്, വിഷ്ണു കേറിപ്പോലെ. സുഭാഷേ. വേറെ നാരായണ 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 നിന്റെ പെണ്ണുമ്പിളോട് പറയണം കടം മേടിച്ച കാശ് കൂടെ തിരിച്ചു കൊണ്ടുതരാൻ. പലിശക്ക് അടിച്ച കാശാ പറഞ്ഞു കേട്ടല്ലോ. എന്നാ പിന്നെ നീ ശരിക്കുള്ള നാരായണ നാരായണ. എനിക്ക് 2 പെമ്മക്കളാ. അവളുമാരെ എന്ന് കെട്ടിച്ചു വിട്ടോ അന്ന് തൊട്ട് അവിടെ ഭർത്താക്കന്മാര് ഈ വീട്ടിലാ പൊറുതി. അവന്മാരാണെങ്കിൽ ആണുങ്ങൾ ചെയ്യുന്ന ഒരു പണിയും ചെയ്യത്തില്ല. എന്റെ പെങ്കൊച്ചങ്ങൾ പണിക്ക് പോകുന്നുള്ളതുകൊണ്ട് ഞാനിവിടെ കഞ്ഞി കുടിച്ച് കിടക്കുന്നു. സതിയേ. അമ്മേ, എന്നെ സതീന്ന് വിളിക്കാതെ സതീശൻ തിരിച്ചു വിളിക്ക്. സതീശേ, ആ, എന്താ നിന്റെ പ്ലാൻ? പ്ലാൻ എന്ന് പറഞ്ഞാൽ ചോറ് വെക്കണം, കറി വെക്കണം, പിന്നെ തുണി അലക്കണം. അപ്പൊ പണിക്ക് പോകണ്ടേ? പിന്നെ പോകണ്ടേ? രാവിലെ 8 മണിയാകുമ്പോ റെഡി ആയിട്ട് നിന്നോണം. ഞാനോ? എന്തിന്? പണിക്ക് പോകണ്ടേ? നീ അപ്പൊ പണിക്ക് പോകുന്നില്ലയോ? അയ്യോടാ, ഞാൻ പണിക്ക് പോയി അപ്പൊ വീട്ടിലെ പണിയൊക്കെ പിന്നെ ആര് ചെയ്യോ അമ്മേ? എന്നാ ഈ വീട്ടിലെ പണിക്കാരാ എന്തോ? എനിക്കൊരു ചായ കൊണ്ട് തരാവോ? അയ്യോ, ചായ തന്നില്ലല്ലേ? ഇല്ല. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം അമ്മേ. ആ, ഇങ്ങനെ തുള്ളി തുള്ളി പോവാണെ എനിക്ക് ആ ചായ വേണ്ട. ഇനി വരുമ്പോ ഒരു തുള്ളി പോലും എനിക്ക് കിട്ടത്തില്ല. അയ്യോ അടി കുണ്ടമ്പത്തി, ഞാൻ എന്തുവാടി ഈ കാണുന്നത്? പെണ്ണുങ്ങൾ ചെയ്യേണ്ട പണിയാ ഒരു മുതുക്കനിരുന്ന് ചെയ്യുന്ന കേട്ടോ. എടി, നീ അവിടെ എന്തോ എടുക്കുവാ? അമ്മ ബാക്ടീരിയ തുടച്ചു നീക്കുവാ അമ്മേ. നീ അത് അവിടെ വെച്ചിട്ട് അവിടോട്ടങ്ങനെ കയറി പോകാൻ നോക്ക്. അപ്പൊ പിന്നെ മീൻ വെട്ടണ്ടേ? അപ്പൂപ്പന്റെ മീനോ? അതല്ല, മീൻ വെട്ടി കഴിയേണ്ടത്. ആ, ആണ്ട കിടക്ക്. അമ്മ ചന്തയിൽ പോവാണെങ്കിലേ 2 ഗ്ലൗസ് കൂടെ മേടിക്കണേ. ആ, ഇനി ബ്ലൗസും സാരി കൊടുക്കാത്തതിന്റെ കുറവുകൂടെ ഉള്ളു. അയ്യോ, അതല്ല, മീൻ വെട്ടാൻ നേരത്തെ കയ്യിലിടാൻ 2 ബ്ലൗസ് മേടിക്കണേന്ന്. ആണ്ട കിടക്ക്. അമ്മേ, സാമ്പാർ ഉപ്പുണ്ടോ നോക്കി അമ്മേ? ആ, നോക്കാം. അയ്യേ, ഉപ്പില്ല. ആ, ഉപ്പില്ല, മുളകില്ല, ഒരു സാധനവും ഇല്ല, എല്ലാം മേടിക്കണം. അതൊക്കെ ഞാൻ മേടിച്ചോളാം കേട്ടോ. നീ എന്റെ ഇതെല്ലാം മേടിക്കരുത്. ഒരു പെണ്ണ് ചെയ്യേണ്ട എല്ലാ ജോലിയും ഞാൻ ഈ വീട്ടിൽ ചെയ്യുന്നില്ലേ അമ്മ? ശരിക്കും പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് തുണി അലക്കണം, പാത്രം തേച്ച് മെഴുക്കണം, ചോറ് വെക്കണം, കറി വെക്കണം. പാതിരാത്രി 12 മണിക്ക് ശേഷമാണ് ഞാൻ ഈ വീട്ടിലൊന്ന് കിടന്നിറങ്ങുന്നത്. ചില ദിവസം എനിക്ക് ചോറ് പോലും കിട്ടത്തില്ല, അറിയാമോ? ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ ഞാൻ ഇനി പ്രസവിക്കുക കൂടെ മാത്രം ചെയ്താൽ മതി. പറഞ്ഞ ഞാനിപ്പോ പെറുവല്ലോ. നീ ഇവിടെ ഒന്നും ചെയ്യണ്ട. ഇതൊക്കെ ഞാൻ ചെയ്തോളൂ. പെണ്ണുങ്ങൾ ചെയ്യേണ്ട ജോലി അങ്ങോട്ട് പറയിക്കണം. അമ്മേ, ആട്ടാൻ വല്ലതും ഉണ്ടോ? അതല്ല, രാവിലെ അരിയാട്ടാൻ വല്ലതും ഉണ്ടോന്ന്. മേലെങ്കിൽ ഒരു പണിയും ചെയ്യാൻ ഈ അമ്മ സമ്മതിക്കുകയല്ല. അണ്ണാ, ഓ, കറണ്ട് വന്നോ? കറണ്ട് വന്നില്ല. അയ്യോ, എന്താടാ കറണ്ട് വന്നിട്ട് എന്താ എടുക്കാനാ? അവിടെ 3 സാരി തേക്കാനുണ്ട്. നാണമില്ലല്ലോടാ, പെണ്ണുമ്പിള്ളയുടെ സാരിയും പാവാടയും തേക്കാൻ നടക്കുന്നു. എന്നാ ഓ, വൈകിട്ടൊരു സിനിമയ്ക്ക് പോയാലോ? വൈറ്റോ? ആ. ഞാനൊന്നുമില്ല. അതെന്നാ? ആ, അവള് പണി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കിന് അവിടെ കാല കുഴമ്പിട്ട് തിരുമ്മി കൊടുക്കേണ്ടത് ഞാനാ. അപ്പൊ ഇതിനൊരു നാണമില്ലല്ലയോ? ഞാൻ എന്തിനു കാണിക്കണം? ഞാൻ അവിടെ ചെലവിലല്ലേ കിടക്കുന്നത്. ആഹാ, മുണ്ടക്കയം മൂക്ക് പണയം വെച്ച് ഒരാൾ പിടിക്കപ്പെട്ടു. ആ, അല്ല, മുക്കുപണ്ടം പണയം വെച്ച് ഒരാൾ പിടിക്കപ്പെട്ടു. പച്ചിലയിൽ നിന്നും പെട്രോൾ കണ്ടുപിടിച്ചു. എന്തൊക്കെ കണ്ടുപിടുത്തോ മനുഷ്യൻ. നീ എവിടെ ഞാൻ കാണിക്കുവാടാ? ചായക്കകത്തൊരു ബിസ്ക്കറ്റ് പോയി, അത് കണ്ടുപിടിക്കുവാ. എടാ, പോടാ അവിടുന്ന്. അതൊക്കെ എന്തോന്ന് കണ്ടുപിടുത്തമായിരിക്കുന്നു എന്റെ അനിയാ. അതൊക്കെ എന്റെ പെണ്ണും പിള്ളേരെ കണ്ടുപിടുത്തവാ. കണ്ടുപിടുത്തം പെണ്ണുമ്പിള്ള കണ്ടുപിടിക്കുവോ? കണ്ടുപിടിക്കുവെന്നോ? ഇന്നാളൊരു പ്രാവശ്യം കട്ടിലടിയിൽ നിന്ന് എന്നെ ജലജയും കൂടെ അവള് കൈയോടെ കണ്ടുപിടിച്ചു. പിന്നെ തട്ടും പുറത്തു വന്ന് എന്നെ രമണിയും കൂടെ കൈയോടെ കണ്ടുപിടിച്ചു. ഇനി ഇതുപോലെ കണ്ടുപിടുത്തം നടത്തേണ്ടി വരുവാണെങ്കിൽ ഞാൻ വേറെ ആളെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞപ്പോ ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി. നിർത്തിയ നല്ല കാര്യം. നിനക്ക് നാണം ഉണ്ടോടാ ഈ അച്ചി വീട്ടിൽ വന്ന് അട്ടിപ്പേർ കിടക്കാൻ? അത് അടുത്ത ആഴ്ച അളിയൻ ഗൾഫിൽ നിന്ന് വരുമല്ലേ? ആ, അപ്പൊ എന്തെങ്കിലും കിട്ടുമായിരിക്കും. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കിന് കിട്ടിയത് അങ്ങ് മറന്നാ? അതല്ല, ഈ പ്രാവശ്യം വരുമ്പോ സ്കോച്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടു. ആ, കോപ്പ് കൊണ്ടുവരും. കോച്ചല്ലേ? അത് കൊണ്ടുവരും, ഉറപ്പായിട്ടും കൊണ്ടുവരും. അല്ല, ആ, ഈ പറയുന്ന ആളെന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? ഞാൻ പിന്നെ നിനക്കൊരു കൂട്ടായിട്ട് ഒരാൾ വേണ്ടേടാ. അതെ, ഈ എത്തി നോക്കുന്ന എന്റെ ചന്തിയില് ഏണി ചാരി വെച്ച് നോക്കല്ലേ. എന്തായാലും ഞാൻ നാളെ വീട്ടിൽ വരെ പോവാ. എന്തിന്? അയ്യോ, അറിഞ്ഞില്ലയോ? ഇല്ല. അച്ഛന് തീരെ സുഖമില്ല. എന്ത് പറ്റി? അച്ഛന് സോഡിയം കുറഞ്ഞെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാ പിന്നെ ആ കല്ലൂർ സ്റ്റേഡിയത്തിലോട്ട് അച്ഛനെ വിളിച്ചോണ്ട് പോകാറുന്നില്ലേ? വലിയ സ്റ്റേഡിയം അല്ലേ? സ്റ്റേഡിയം അല്ലെന്ന്, സോഡിയം കുറഞ്ഞെന്ന്. ഓ, സോഡിയം കുറഞ്ഞെന്ന്. ആ, അയ്യോ,
പറഞ്ഞു തീർന്നില്ല, ആടെ വരുന്നു. പലിശക്കാരൻ അണ്ണാച്ചി, ഞാനിവിടെ ഇല്ലെന്ന് പറ. പോയാ ആ പോയി പോയാ? പോയി. അയ്യോ, ഇപ്പഴാ ഭാഗ്യം രക്ഷപ്പെട്ടത്. അപ്പൊ പലിശക്ക് പൈസ എടുത്തിട്ടുണ്ടല്ലേ? ഞാൻ പലിശക്കൊന്നും കാശ് എടുത്തിട്ടില്ല. പിന്നെ? എടാ, ഞാൻ ഇന്നലെ രാവിലെ അമ്പലത്തിൽ പോയില്ലേ, ആ. ആ അമ്പലത്തിൽ പലിശക്കാരൻ അണ്ണാച്ചി ഉണ്ടായിരുന്നു. അതിനെന്താ പ്രശ്നം? പിന്നെ അയാളെ ചെരുപ്പ് കണ്ട അയാൾക്ക് പിന്നെ തിരിച്ചറിയാൻ പറ്റത്തില്ലേ? ആഹാ, അപ്പൊ കട്ടെടുത്താണല്ലേ? കട്ടെടുത്തതല്ല, പിന്നെ? ഇഷ്ടപ്പെട്ടെടുത്തതാണ്. അതല്ലേ? ആ. അടുത്ത ആഴ്ച എന്തായാലും അളിയനിങ്ങി വരും. ആ. നമുക്ക് കിട്ടാനുള്ള ശ്രീധരത്തിന്റെ ബാക്കി തുക നമ്മൾ മേടിച്ചിരിക്കണം. മേടിക്കും. അതുകൊണ്ട് നോക്കിയും കണ്ടു വേണം നിക്കാൻ. അതെ, നിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. അണ്ണൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ശ്രീധരത്തിന്റെ ബാക്കി പൈസ വരെ ഞാൻ മേടിച്ചെടുക്കും. അതാണ് എന്റെ. ഇതെന്താണ്? നോക്കി കണ്ട് നിക്കാൻ പറഞ്ഞില്ലടാ നീ. അടിക്കല്ലേ. നോക്കിയും കണ്ട് എന്തെങ്കിലും ജോലി ചെയ്യണല്ലേ പറഞ്ഞേ? ആ. ആ തള്ള വരുമ്പോ എന്തെങ്കിലും ചെയ്ത് കാണിക്കണ്ടേ? ഒരൊറ്റ അടി വെച്ചാ തള്ളയോ? എത്ര തവണ നിനക്ക് ആ കൈ കൊണ്ട് ചോറ് വിളമ്പി തന്നിട്ടുണ്ടാ? തള്ളയെന്ന് പോലും, തള്ളയെന്ന് ഒന്നുമല്ലല്ലോ. അവര് നമ്മുടെ അമ്മായിമ്മ തള്ളയല്ലടാ. അവര് വരുമ്പോഴത്തേക്കിന് എന്തേലും ജോലി ചെയ്തോണ്ട് നമുക്ക് നിക്കാവെന്ന്. ആ, അതാ പറഞ്ഞു. അമ്മ ഇതെവിടെ പോയതാ? വെള്ളം കോരാൻ. ഇത്ര ദൂരത്തു നിന്നോ? പിന്നെ കടർ ഇങ്ങോട്ട് വരുമോ? അമ്മയ്ക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? അമ്മയ്ക്ക് എവിടെങ്ങാനും മാറിയിരുന്ന ആ മുട്ടിവർക്കൊക്കെ ഒന്ന് കീറിയിട്ടാ പോരായിരുന്നോ? അല്ല, അമ്മ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നോണ്ട് പറഞ്ഞതാ. മക്കൾ രണ്ടുപേരും ഇങ്ങ് വന്നേ. എന്താ അമ്മേ? ഒത്തിരി ദിവസമായില്ലയോ വന്നിട്ട്? ആ, പോണില്ലേ? ടച്ച് ഫോണുണ്ട് എനിക്കൊണ്ട് പോണു. അതല്ല, പിന്നെ? ഇവിടേക്ക് പോണില്ലേ? ആ, അതങ്ങനെ പോകാൻ പറ്റത്തില്ല. ശ്രീധരത്തിന്റെ ബാക്കി കിട്ടാനുള്ള കാശ് കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. മൊത്തം 17 കിട്ടാനുണ്ട്. അതിൽ ഒന്ന് അമ്മ അങ്ങ് എടുത്തോ. പോയിട്ട് ബാക്കി 16. എന്റെയോ? അല്ല, ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. ആ. അത് കിട്ടാതെ ഞങ്ങൾ പോവുകയില്ല. സെന്റിന്റെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞു വരുന്നെങ്കിൽ ആ. ആകെപ്പാടെ 3 സെന്റേ ഉള്ളൂ. ആ. 1 സെന്റ് നിന്റെ ഭാര്യ ശരണ്യക്ക് കൊടുത്തു. പിന്നെ 1 സെന്റ് നിന്റെ ഭാര്യ രമ്യക്ക് കൊടുത്തു. പിന്നുള്ളത് 1 സെന്റാ. എന്നാ പിന്നെ അതിങ്ങ് തന്നൂടെ? അതിനാണെങ്കിൽ മണവും ഇല്ല ഗുണവും ഇല്ല. അമ്മ ഇതേ സെന്റിന്റെ കാര്യം പറയുന്നത്? അച്ചത്തടിക്കുന്ന സെന്റ്. അതിന്റെ കാര്യമല്ല, വസ്തുവിന്റെ കാര്യം പറഞ്ഞത്. ആ, വസ്തുവിന്റെ കാര്യമാണെങ്കിൽ എന്റെ കാലശേഷമേ നടക്കത്തുള്ളൂ. ഈ കാലനൊന്നും അപ്ഡേറ്റ് അല്ലേ? അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നത്? അതിനെയൊക്കെ വിളിച്ചോണ്ട് പോകേണ്ട സമയം കഴിഞ്ഞല്ലോ. ഞാൻ അന്നേരം പറഞ്ഞില്ലേ പെരട്ടത്താണെങ്കിൽ നമ്മളോട് സ്നേഹമില്ലെന്ന്. ആ, എന്താണ് ഇതിന്റെ പുറപുറക്കുന്നേ? അല്ല, ഞങ്ങൾ സ്വത്തിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. ആഹാ, അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്. ആ കരിയിലൊക്കെ വാരി അവിടെ കൊണ്ട് കളയാൻ നോക്കി. വരണ്ട. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വരുന്നുള്ളൂ. ആണോ? ആ, എന്നാ പിന്നെ താലൂക്ക് ഓഫീസിൽ നിന്ന് സർവർ വന്നാ പിന്നെ നമുക്ക് നോക്കാം. വരണ്ട. ഞാൻ അന്നേരം പറഞ്ഞില്ലേ തള്ളക്ക് നമ്മളോട് സ്നേഹം കേട്ടെന്ന്. നീ അതല്ലല്ലോടാ പറഞ്ഞത്. അമ്മേ, പിന്നെ എന്റെ ചെറുക്കൻ പേർച്ചേന്ന് വരുമ്പോ ഇതൊന്നും സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഒട്ടും സമ്മതിക്കത്തുമില്ല. ആടാണ്. അമ്മേ, ഒക്കത്തില്ലെങ്കിൽ പറ്റത്തില്ലെന്ന് പറയണം, പറ്റത്തില്ലെങ്കിൽ ഒക്കത്തില്ലെന്ന് പറയണം. പറ്റത്തുമില്ല, ഒക്കത്തുമില്ല. ഞങ്ങൾക്ക് കിട്ടാനുള്ള ശ്രീധരത്തിന്റെ ബാക്കി തുക മേടിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോത്തതേ ഉള്ളൂ. അല്ല, നിങ്ങൾ കെട്ടിച്ചോട്ട പെമ്മക്കള് ഈ വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വരും. എടാ കണേ, അവരുടെ വീട്ടിലല്ലാതെ നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പൊ നിങ്ങള് വസ്തുവിന്റെ ഓഹരി മേടിച്ചോണ്ടേ പോകത്തുള്ളൂ. പോകത്തുള്ളൂ. പണിക്ക് പോകാനൊട്ടും ഉദ്ദേശവും ഇല്ല. എന്റെ പെങ്കൊച്ചുങ്ങൾ കൊണ്ടുവരുന്ന തിന്നും കുടിച്ച് ഇവിടെ കിടക്കണം. അപ്പൊ പിന്നെ മൂത്തവൻ ഇങ്ങോട്ടൊന്ന് വന്നേടാ. എവിടെ കയറി പോകുന്നു? ഞാനല്ലേ മൂത്തത്. എടാ, വസ്തുവിന്റെ കാര്യം പറഞ്ഞപ്പോ ഇവിടെ കിടന്ന് മൂത്തത് അവനല്ലയോ? അവൻ ആദ്യം പറഞ്ഞു. അതിന് നീ വേണം. പുഷ്കു. അപ്പൊ ഒപ്പം കേട്ട് രണ്ടുപേർക്ക് സന്തോഷമായല്ലോ. ഇപ്പഴാ ശരിക്കും പറഞ്ഞത് നമുക്ക് രണ്ടുപേർക്ക് സന്തോഷമായല്ലേടാ. എടാ, പക്ഷെ നിങ്ങളെക്കാട്ടിലും കൂടുതൽ സന്തോഷിക്കുന്നത് നിങ്ങളുടെ ഭാര്യമാരായിരിക്കും. അതെന്താ? എടാ മണ്ടന്മാരെ, നീയൊക്കെ ഇപ്പൊ ഒപ്പിട്ടതേ നിങ്ങളുടെ ഡൈവോഴ്സ് പേപ്പറല്ല. അമ്മ ഇറങ്ങണ എന്റെ പുരടത്തിന്ന്. നല്ലൊരു കൈഡി, നല്ല അടിപൊളി സ്കിറ്റ്. നസീർക്ക, നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ക്ഷീണം മാറ്റി ഈ പ്രാവശ്യം നിങ്ങൾ കുറച്ചുകൂടെ ഉണർവായി. സ്കിറ്റിനൊരു പുതുമയുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അമ്മ പ്രത്യേകിച്ചും കേട്ടോ, ഗംഭീരമായിരുന്നു അമ്മ. നല്ല രസമായിരുന്നു. 3 പേരും നല്ല മനോഹരമായിട്ട് ചെയ്തു. ഉളുക്കില്ല. ആ ഒരു 1-2 ചെറിയ പോരായ്മകളായിരുന്നു, അത് കുഴപ്പമില്ലായിരുന്നു. അതൊക്കെ മാറ്റി നിർത്തിയാൽ ഗംഭീര സ്കിറ്റാണ്. അടിപൊളിയായിരുന്നു. ഇതേപോലുള്ള നല്ല നല്ല ഐറ്റങ്ങളുമായിട്ട് നിങ്ങൾ വരിക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം ഇതിലും നല്ല സ്കിറ്റുമായിട്ട് വരിക. ഓക്കെ, താങ്ക് യു നസീർക്ക.
ബിജുക്കുട്ടൻ ചേട്ടാ? നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു 3 പേരും നല്ല എനർജി ഉണ്ടായിരുന്നു കളിക്ക്. പടപടാന്നുള്ള ഡയലോഗും കാര്യങ്ങളും, പിന്നെ 3 പേരിലും നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഈ അമ്മച്ചിനെ തന്നെയാണ് കേട്ടോ. അമ്മച്ചിയുടെ ബോഡി ലാംഗ്വേജ്, സംസാരം, അതെല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത്. ഞാൻ ഒരുപാട് അമ്മച്ചിമാരെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എല്ലാം മേക്കപ്പ് പോലെ തന്നെ നിങ്ങളതങ്ങ് അഴിഞ്ഞാടയിരുന്നത്. പിന്നെ അതുപോലെ 2 മരുമക്കളും ഒരുപാട് കൗണ്ടർ ഉണ്ടായിരുന്നു നിങ്ങളുടെ. എന്തായാലും ഗംഭീരമായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അടുത്ത പ്രാവശ്യവും നല്ല ഗംഭീരമായിട്ട് സ്കിറ്റായിട്ട് വരിക. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഷാജുൻ ചേട്ടാ? നല്ല ഉഗ്രൻ സ്കിറ്റായിരുന്നു വിഷ്ണു. ആ ഫസ്റ്റ് ആ ടേക്ക് ഓഫ് തന്നെ അടിപൊളിയായിരുന്നു. നാരായണ 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 അവിടുന്ന് ഒരു കയറ്റം അങ്ങോട്ട് കയറിയിട്ട് പിന്നെ അങ്ങോട്ട് ഇങ്ങനെ വെടിക്കെട്ടിന് തീ കൊളുത്തിയ പോലെ പടപടാന്ന് പോവായിരുന്നു. അതിനിടയ്ക്ക് ആ പത്രം വായന മാത്രമാണ് ചെറുതായിട്ടൊന്നും നനഞ്ഞ പടക്കമായി പോയത്. മൊത്തത്തിൽ നന്നായിരുന്നു. പിന്നെ പ്രജിത്തിന്റെ ആണേലും നിങ്ങളുടെ 2 ആമക്കള് റജി, നിങ്ങൾ 2 പേരും ചേർന്ന് ഭംഗിയായിട്ടത് അത് ചെയ്തു. അത് നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്തു. പിന്നെ അമ്മച്ചി ഉഗ്രൻ അമ്മച്ചിയായിരുന്നു. അമ്മച്ചി ആ വന്നപ്പോൾ മുതൽ ആ ഒരു ബോഡി ലാംഗ്വേജ് പിടിച്ചിട്ട് അത് ഒരു സ്ഥലത്ത് പോലും അതൊന്നും ലൂസായില്ല എന്നുള്ളതാണ്. അത് വിഷ്ണു ഗംഭീരമായിട്ട് ആ ക്യാരക്ടർ പിടിച്ചു. നമ്മൾ അവിടെ എത്തി എന്നുള്ളതാണ്. നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്, ആ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ നിങ്ങളത് പ്ലേ ചെയ്തു. മനോഹരമായിട്ടുള്ള സ്കിറ്റായിരുന്നു. ഇനി ഇതിലും ഗംഭീരമായിട്ടുള്ള പൊട്ടിച്ചിരികളുമായിട്ട് വീണ്ടും വരണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. മാർക്സ് ബിജുക്കുട്ടൻ ചേട്ടാ? ഞാനൊരു 15,000 കൊടുക്കാം. 15,000. അടിപൊളി. ഷാജുൻ ചേട്ടാ? ഞാൻ ആ പേപ്പർ മടക്കി വെച്ചതുകൊണ്ട് മാത്രം കുറച്ച് കുറയ്ക്കുന്ന ഒരു 12,000 ഞാനും കൊടുക്കും. ഓ, അപ്പൊ 2, 15, 12, അപ്പൊ 27 ആയിട്ടുണ്ട്. പേപ്പറിന്റെ ഒക്കെ ഇപ്പൊ നല്ല വിലയായി. ബാക്കിയുള്ള വീതം 45,000 രൂപ. നല്ല 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 ഗംഭീര മാർഗം. അപ്പം അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ അമ്മച്ചി. ശരി സുഭാഷ്. ബിജുക്കുട്ടാ, നമ്മുടെ അടുത്ത ടീമിനെ വിളിച്ചാലോ? വിളിക്കാം. ചിരിക്കാൻ റെഡിയല്ലേ? അപ്പൊ നമ്മൾ കുറെ നേരമായിട്ട് വലിയ വലിയ ആൾക്കാർ കണ്ടോണ്ടിരിക്കല്ലേ നമുക്ക്. അപ്പൊ വേണം ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിനെ വേണം. കിടക്കല്ലേ ടീമുകളല്ലേ കിടക്കുന്നത്? അപ്പൊ വിളിച്ചാലോ? നല്ലൊരു കൈഡി കൊടുത്തോണ്ട് നമുക്ക് വിളിക്കാം. നമ്മുടെ അനോഷ്മ, അനന്യ ആൻഡ് സൈന്ദ. വിളിക്കും. എന്തോ ചെയ്യാനാന്ന് പറ. ഇങ്ങനെ ഉണ്ടാവോ കള്ളന്മാര്? എന്റെ ഷാജോൻ ചേട്ടാ നല്ലൊരു ക്രിസ്മസ് ആയിട്ട് എന്റെ ആടിനെ ഒരു തടിച്ചോണ്ട് പോയി. ഏതവനാന്നൊക്കെ എനിക്കറിയാം. ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ജോസ്, അവനിത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. അവ എല്ലാ ക്രിസ്മസിനും ഇത് തന്നെ കാണിക്കും. ഇന്ന് അവനിട്ടൊരു പണി വെച്ചിട്ടുണ്ട്. എന്തോ മനുഷ്യ, പള്ളിയിൽ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ലേ? എടി നീ അവിടെ പ്രാർത്ഥിച്ചോണ്ടിരുന്നു. എടി ആട് ആടാട് ആടാട് നീ ആടല്ല, പിന്നെ നമ്മുടെ ആടില്ലേ അതിനെ ജോസ് തട്ടിക്കൊണ്ടുപോയെന്ന്. കൊണ്ടുപോയാ? എല്ലാ ക്രിസ്മസിനും അവൻ ഇത് തന്നെ പണി. ഇന്ന് ഞാൻ അവന് ശരിയാക്കി കൊടുക്കണുണ്ട്. നീ അങ്ങോട്ട് പോണം. ഞാൻ ഇറങ്ങിയാലേ എന്തെങ്കിലും നടക്കുള്ളൂ. നിങ്ങൾ പോയാൽ ഒന്നും നടക്കാൻ പോണില്ല. നമുക്ക് ഈ വഴക്കൊന്നും വേണ്ട, നമുക്ക് ലീഗലി പോവാം. ഞാൻ പോലീസിനെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ലീഗലി പോലീസുമായിട്ട് പോ. ചൂടും ചുണയില്ലാത്ത മനുഷ്യനാണല്ലോ ദൈവമേ എനിക്ക് കിട്ടിയത്. നീ അങ്ങനെ പറയണ്ട. എന്റെ കുടുംബത്തിലുണ്ട് നല്ല ചൂടും ചുണയുള്ള ആൾക്കാര്. ചൊറിയും ചുണയുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കായിരുന്നു. നിന്റെ വീട്ടുകാരുടെ മഹത്വമൊക്കെ എനിക്കറിയാം. റേഷൻ അരി കൂടുതൽ കിട്ടാൻ വേണ്ടി റേഷൻ കാർഡിൽ പെൻസിൽ വെച്ച് പേരരി വിട്ട ചീമാനതൊക്കെ അറിയാവാ. നല്ല ഒരു ദിവസമായിട്ട് നിങ്ങൾ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയാ അവിടുത്തെ സുമതി, നല്ലൊരു ദിവസമായിട്ട് സുമതിയുടെ ഭർത്താവ് സിനിമ കാണാൻ കൊണ്ടുപോയി. കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷമായി. ഇതുവരെ നിങ്ങൾ എന്നെ ഒരു സിനിമ പോലും കാണിച്ചു തന്നിട്ടില്ല. പിന്നെ അവസാനമായിട്ട് കണ്ട സിനിമ ജയറാമേന്റെ മോൻ കാളിദാസ് ചെറുതായി ഇരുന്ന സമയത്ത് ഞാൻ കണ്ട സിനിമ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. അതാണ് ഞാൻ അവസാനമായിട്ട് കണ്ട സിനിമ. പിന്നെ ഇതുവരെ ഞാൻ ഒരു സിനിമ കണ്ടിട്ടില്ല. ഇപ്പൊ നിന്റെ പ്രശ്നം എന്തുവാ? നിന്നെ ഇപ്പൊ സിനിമ കാണിക്കാൻ കൊണ്ടുപോകണം. നീ പോരുങ്ങ്, നമുക്ക് പോവാം. ശരിയാണോ ചേട്ടാ? ശരിക്കും നീ പോരുങ്ങ. പുഷ്പാട്ട് ആയിരിക്കും. അല്ല, മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വലിയേട്ടൻ ഒരു ചാനലിൽ 150 തവണ വന്ന സിനിമയാണ്. ഈ കൂട്ടത്തിൽ ഈ സിനിമ കാണാത്ത ആരെങ്കിലും ഉണ്ടാ? എന്റെ കല്യാണ സീഡിയെക്കാളും പഴക്കമുള്ള സിനിമയാണ് ഇത്. അതല്ല എന്റെ സങ്കടം. ഞാൻ നിങ്ങളുടെ അടുത്ത് എത്ര നാളുകൊണ്ട് പറയണം എന്നെ വീട്ടിൽ കൊണ്ടുപോകണം. നിങ്ങൾ എന്നെ കൊണ്ടുപോയാ മനുഷ്യ. ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ മനഃപൂർവ്വമല്ല, എന്റെ ആത്മാഭിമാനം കാരണമാണ്. നമ്മളിപ്പോ നിന്റെ വീട്ടിൽ പോയെന്ന് വിചാരിച്ചോ, നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ ചാരിയാസാരം ഒരു സാധനം ഇരിപ്പുണ്ടല്ലേ, അതാരാ? നിന്റെ അച്ഛൻ. പിന്നെ വീട് കത്തിയിരിക്കണോണ്ട് അതിന്റെ താളുണ്ടെന്ന്
ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ചെന്ന് കേറുമ്പോ ഒരു ഡയലോഗ് ഉണ്ട്, കുറെ നാളായല്ലോ കണ്ടിട്ട് ഇവിടുത്തെ വഴി മറന്ന് പോയാന്ന്. അത് കേൾക്കുമ്പോ നമ്മൾ ഒരാഴ്ച അവിടെ നിൽക്കും. പിന്നെ നിന്റെ അപ്പുറത്തെ വീട്ടിലെ വർഗീസ് അവൻ എപ്പോഴും നിന്റെ വീട്ടിലാണ്. അവൻ നമ്മളെ രണ്ടുപേരും കണ്ട അവൻ നാട്ടുകാരോട് എല്ലാം പറയും, കെട്ടിവിട്ട പെണ്ണ ഇപ്പൊ കെട്ടിയവനുമായിട്ട് അച്ഛ വീട്ടിൽ പൊറുക്കാൻ വന്നത്. അവിടെ ആത്മാഭിമാനം തീരത്തില്ലേടി. നിങ്ങളുടെ ആത്മാഭിമാനം വെച്ചോണ്ട് അവിടെ തന്നെ അങ്ങ് ഇരുന്നോ. അച്ഛൻ വിളിച്ച് എന്തായിരുന്നു അറിയാമോ? എന്റെ അനിയത്തി ഉണ്ടല്ലോ ജാസ്മിൻ, അവളും പിള്ളേരും കൂടി വീട്ടിൽ ചെല്ലണമുണ്ട് ക്രിസ്മസിന്. അതുകൊണ്ട് അച്ഛന്റെ പേരിൽ 50 സെന്റ് വസ്തു എനിക്ക് അവൾക്കും കൂടി വീതിച്ച് തരാനെന്ന് പറയുന്ന കാര്യത്തിനാണ് നമ്മുടെ അങ്ങോട്ട് വിളിച്ചത്. ഇനിയിപ്പൊ നിങ്ങളുടെ അച്ഛനെ വിളിച്ച് പറയാൻ വരണില്ലെന്ന് കുഴപ്പമില്ല. നമ്മൾ നാളെ 5:30 നമ്മൾ അവിടെ ചെല്ലുന്നു. അപ്പം നമുക്ക് ഇന്ന് തന്നെ അങ്ങ് പോയാലോ? ഇന്ന് പോകാൻ പറ്റുന്നില്ല, കാരണം നമ്മളെ ആടിനെ മോഷ്ടിച്ച കേസല്ലേ. ആ പോലീസുകാരൻ ഇപ്പൊ ഇവിടെ വരും. എക്സ്ക്യൂസ് മീ, നിങ്ങളല്ലേ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത്? അതെ സാർ, അതെ. നിങ്ങൾ ഏത് പരസ്യമാണ് മോഷണപ്പെട്ടത്? പരസ്യം അല്ല, ആട് പോയെന്ന്. അത് അല്ല, നിങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ട് സാറേ, ഇങ്ങനെ ഭയങ്കര സംശയമാണ്. ഞാൻ ഒന്ന് ഫോണിന്റെ അടുത്തൂടെ പോയാ ആര് വിളിച്ചത് എവിടെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞു ചോദിക്കും. ഇങ്ങനെ ഭയങ്കര സംശയമുണ്ട് സാറേ. നിങ്ങൾ സംശയമുള്ള കാര്യമല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾ ആട് മോഷണം പോയാൽ ഇവിടെ ഉള്ള ആരെങ്കിലും സംശയം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്റെ സാറേ, സംശയമല്ല, ഇതവൻ തന്നെ. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ജോസ്, അവന്റെ സ്ഥിരം പതിവാണ് ഞങ്ങളുടെ ആടിനെ മോട്ടിക്കലും. നിങ്ങൾ ജോസാന്ന് ഉറപ്പിച്ച് പറയപ്പോ എന്താ ഇവിടെ കാര്യം? അവൻ എല്ലാ ക്രിസ്മസിനും വന്ന് മോട്ടിക്കാറുണ്ട് സാറേ. എനിക്കിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാണ്ട്. തന്റെ പേരെന്താ? എന്തൊരു പേരാ ഇത്? പിന്നെ ഈ ആടിനെ എപ്പോ തൊട്ടാ കാണാതെ പോയത്? അത് സാറേ, ഞാൻ ഇന്നലെ ഉറങ്ങി എനിക്ക് ഒരു 9:30 ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോ നോക്കിയ ആടവിടെ ഉണ്ട്. പിന്നെ ഞാനൊരു 12:30 ആയപ്പോഴത്തേക്കും ഇറങ്ങിയപ്പോ നോക്കിയപ്പോ അന്നേരം ആടുണ്ട്. പിന്നെ ഞാൻ 1 ആയപ്പോഴത്തേക്കും ഇറങ്ങിയപ്പോ അന്നേരം അവിടെ ആളുണ്ട്. അല്ല, ഈ മുള്ളല് മാത്രമേ ഉള്ളൂ, ഉറക്കമൊന്നുമില്ല. ഞാൻ ഇന്ന് രാവിലെ നോക്കിയപ്പോഴാണ് ആടിനെ കാണാത്ത. ഈ മുള്ളന്റെ ഇടയ്ക്കാണ്, ഗ്യാപ്പിലാണ് ഞാൻ ഉറങ്ങാറ്. എങ്കിൽ പിന്നെ എനിക്ക് നല്ല പോലെ ഒന്ന് തെളിവെടുക്കാണ്ട് നമുക്ക് ആടിനെ കെട്ടിയ സ്ഥലത്തേക്ക് പോവാം. എങ്ങോട്ട് പോണം? ആടിനെ കെട്ടിയ തൊഴുത്തിലേക്ക്. ആടിനെ കെട്ടി അതിന് അവിടെ ഇല്ലല്ലോ. അവിടെ എവിടെ? ഉൾക്കൂട്ടിലാ? വേണ്ടതാറേ, മേടിച്ചപ്പം 2 ആടുണ്ടായിരുന്നു. ആ 2 ആടിനെ അവൻ കൊണ്ടുപോയി, അറിയാവോ? എടോ, ഇതാ ആകെ 200 രൂപയുണ്ട്. പോലീസിന് നേരം വെളുത്ത് കഴിഞ്ഞ വെട്ട്, കുത്ത്, പീഡന കേസ്, കുറുവാ സംഘം, ഇങ്ങനെയുള്ള പല 100 കൂട്ട കാര്യങ്ങളാ വരുന്നത്. അതിന്റെ ഇടയിൽ കൂടെ ഈ ആടിനെയും തപ്പിക്കൊണ്ട് നടക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഈ 200 രൂപ കൊണ്ട് ഏതെങ്കിലും ഫാൻസി കടയിൽ പോയിട്ട് ഒരു ആടിനെ വാങ്ങിച്ച് ഇതിന്റെ അകത്തോട്ട് കൊണ്ടുപോയി. സാറേ, എനിക്ക് 1000 രൂപയും കൂടെ തരാമോ? എന്തിനടാ? ഞാനിപ്പോ ഇനി ആടിനെ മേടിച്ചു വെക്കുമ്പോഴത്തേക്കും അവ ഇനി നാളെ ഇത് കൊണ്ടുപോകും. അപ്പോഴത്തേക്ക് 1000 രൂപ 5 എണ്ണം മേടിച്ചു വെക്കാല്ലേ. വെറുതെ സാറ് വീണ്ടും പൈസ ഒന്നും ചെയ്യില്ല സാറേ, ക്രിസ്മസ് വരാൻ പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നല്ല രസമായിരുന്നു കേട്ടോ. 3 പേരും നല്ല രീതിയിൽ ചെയ്തു. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കില്ല ഈ ക്രിസ്മസിന് ഒരു ആടിനെ മോഷണം പോയെന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ലൈവായിട്ടുള്ള ഒരു ആടിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ആടായിരിക്കും മോഷണം പോയത്. കാരണം ക്രിസ്മസിന് ഇറച്ചിയുടെ ആവശ്യമുള്ള ദിവസമാണല്ലോ. അപ്പോൾ അതാണെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ നിങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഈ കൂട്ടിനുള്ളിൽ നിൽക്കുന്ന ആ ടോയ് ആടാണ് പോയെന്ന് അറിഞ്ഞപ്പോഴാണ് ഭയങ്കര രസമുള്ള സ്കിറ്റായിട്ട് ഫീൽ ചെയ്തത്. നല്ല രസം ഉണ്ടായിരുന്നു. നിങ്ങൾ 3 പേരും വൃത്തിയായിട്ട് ചെയ്തു. ഇച്ചിരി ഒരു ശകലം റിഹേഴ്സലിൻ്റെ ഒരു കുറവ് പോലെ ഫീൽ ചെയ്തു. സാരമില്ല, അത് അടുത്ത പ്രാവശ്യം നമുക്ക് നന്നാക്കി എടുക്കാം കേട്ടോ. 3 പേരും നന്നായിരുന്നു. മോളും കൊള്ളായിരുന്നു, സൈന്ധവ് കൊള്ളായിരുന്നു, ഈ മോളും കൊള്ളായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ബിജുക്കുട്ടൻ, മക്കളെ, പൊളിച്ച് അടിപൊളി, നന്നായിരുന്നു കേട്ടോ. 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. പിന്നെ സൈന്ധവല്ലേ, സൈന്ധവൻ്റെ കാര്യം പറയാനില്ല. മീശ വെച്ച് കഴിഞ്ഞാൽ പുള്ളി അങ്ങോട്ട് പിന്നെ വലിയ ഗൗരവക്കാരനായി. നേരത്തെ പോലെ തന്നെ നല്ല കൗണ്ടറുകളൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ സ്കിറ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് തമാശ കുറവുണ്ട്. മോളുടെ പ്രസൻറ്റേഷൻ നല്ല അടിപൊളിയാണ് കേട്ടോ. കാരണം നല്ല ബ്ലസൻ്റ് ആയിട്ടുള്ള
ഫേസും അതുപോലെ തന്നെ പെർഫോമൻസ് ഒക്കെ നല്ല രസമായിട്ടുണ്ട്. നല്ല എന്താണ് ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട്. Thank you. പോലീസുകാരൻ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. പോലീസുകാരിയാണ് എന്നാലും പോലീസുകാരിയാണ്. പോലീസുകാരി ക്ലൈമാക്സ് ഒക്കെ പറഞ്ഞത് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തം ടോട്ടലി ഇപ്പോൾ എല്ലാവർക്കും ഒരു ആദ്യത്തെ ക്രിസ്മസിൻ്റെ ഒരു ആശംസയാണ് കൊടുത്തത്. അപ്പോൾ ആ ക്ലൈമാക്സ് ഒക്കെ നന്നായിരുന്നു. നല്ല സ്കിറ്റായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. Thank you. അനന്യ, അനോഷ്മ, സൈന്ധവ് നന്നായിരുന്നു. നിങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിപ്പിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഞങ്ങൾക്ക് നല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്കും അങ്ങനെ വലിയ കംപ്ലയിൻസ് ഒന്നും ഉണ്ടാവാൻ സാധ്യത. കാര്യം നിങ്ങളുടെ പെർഫോമൻസ് കാണുക വളരെ ക്യൂട്ടാണ്. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ഓരോ സ്കിറ്റ് കഴിയുന്തോറും നിങ്ങളുടെ ആക്ടിങ്ങും വൈസൊക്കെ നോക്കുമ്പോഴാണല്ലോ ഒരുപാട് ഇമ്പ്രൂവ് ആവുന്നുണ്ട് നിങ്ങൾ, മനസ്സിലായില്ലേ? അപ്പോൾ അതിങ്ങനെ നമ്മൾ കണ്ടിരിക്കുക, അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട്. അപ്പോൾ എന്തായാലും നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പം നമുക്ക് ഇനി മാർക്സിലോട്ട് പോയാലോ? അപ്പം ബിജുക്കുട്ടൻ ഞങ്ങളെ കൊടുക്കുക. ഞാൻ 6000 രൂപ. ഓക്കെ, 6000 രൂപ തരികയാണ്. അങ്കിളും ഈ പറയുന്ന പോലെ കുറയ്ക്കുന്നില്ല, അങ്കിളും ഒരു 6000 രൂപ തരും. ഓക്കെ, അപ്പൊ 6000 എത്രയായി? 12ആയി. ബാക്കി ഞാൻ അങ്ങോട്ട് തരാം. ക്രിസ്മസ് അല്ലേ, പടക്കമൊക്കെ വാങ്ങിച്ച പൊട്ടി സ്റ്റാർ തൂക്കണം, അങ്ങനെ ഒരുപാട് ചെലവുകളുണ്ട്. ആ ചെലവിനെല്ലാം കൂട്ടി എന്നാ താണ്ട് കിടക്കുന്നു. 20,000. നല്ലൊരു പ്രൈസ് തന്നെയാണ്, ഒട്ടും കുറവല്ല. എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പം ഇതിലും നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നല്ല ക്യാരക്ടേഴ്സായിട്ട് ഉഗ്രൻ പൊട്ടിച്ചിരികളുമായിട്ട് വരണം കേട്ടോ. അപ്പം 3 പേർക്കും നല്ലൊരു ഗൈഡ് നമുക്ക് കൊടുക്കാം. അടിപൊളിയായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നാടായാലൊരു സ്കൂള് വേണം, സ്കൂളിൽ പിള്ളാരും വേണം, പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം. കേട്ടോ സ്നേഹിതരെ? പതിവ് പോലെ ഇന്നും ബാറ് തുറന്നു. 2 പെഗ് അടിച്ചിട്ട് തുടങ്ങാം. ബാറ് തുറന്നു, സ്കൂള് തുറന്നു, 2 ബെല്ലടിച്ചിട്ട് തുടങ്ങാം. ഒരു എച്ചമായി ഞാൻ എന്തെല്ലാം സഹിക്കണം. ഒറ്റൊരു അധ്യാപകന് സമയത്തെത്തൂല. വല്ലാത്ത കഷ്ടം. സ്കൂള് തുറന്നതേ ഉള്ളൂ, അതിനുമ്പ് വിസിലടിച്ച് ബഹളം വെച്ചോണ്ട് കയറാതോ. എന്റെ പൊന്നു സാറേ, ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് PT സാറായി എന്റെ മുഖത്തു നോക്കി ഒരുത്തൻ ചോദിക്കുന്നു, പട്ടി സാറേ എവിടെ പോണെന്ന്. എന്നിട്ട് താനൊന്നും പ്രതികരിച്ചില്ലേ? എന്റെ നാക്ക് കൊണ്ട്, ഈ നാക്ക് കൊണ്ട് ഇന്ന് വരെ ഞാൻ ആരെങ്കിലും തെറി വിളിച്ചിട്ടുണ്ടോ സാറേ? ഇല്ല, എങ്കിലും പ്രതികരിക്കണ്ടേ? പ്രതികരിച്ചു. അതെന്തുവാ? ഈ ഒറ്റ ഊത്തിലൂടെ അവന് കാര്യം മനസ്സിലായി. അവന്റെ കുടുംബം വരെ എരിഞ്ഞു പോയി സാർ. അപ്പൊ തനിക്ക് ബുദ്ധി ഉണ്ടല്ലോ പട്ടി സാറേ. മനസ്സിലായി. എടോ, താൻ പരീക്ഷ പേപ്പർ നോക്ക്. കുട്ടിയൊക്കെ ഇന്ന് പരീക്ഷയുടെ മാർക്ക് കൊടുക്കാനുള്ള സാറേ. ഈ പരീക്ഷ പേപ്പർ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ചിരിച്ച് ചൂപ്പാട് വരുമല്ലോ സാറേ. അത് മൊത്തം കോമഡിയാണ്. അതല്ല സാറേ, ഒരുത്ത എഴുതി വെച്ചെങ്ങനെയുണ്ടാ? എന്താണ്? ഇന്ത്യ പാക് യുദ്ധത്തിൽ ചുക്കാൻ പിടിച്ച പട്ടാളക്കാരന്റെ പേരെന്ത്? എന്താണ് ഉത്തരം എഴുതിയിരിക്കുന്നത്? മേജർ മഹാദേവൻ. ഇതൊക്കെ ആരാണോ ഇവനെയൊക്കെ പഠിപ്പിച്ചത്? ശരിയല്ലേ സാറേ? ചുക്കാലിൽ സുരേഷ് ഗോപി അല്ലേ? സുരേഷ് ഗോപിയാണോ? പിന്നെ ഞാൻ ആ സിനിമ കണ്ടാണ്. സുരേഷ് ഗോപിയാണ്. മാർക്ക് കൊടുക്കണ്ട സാറേ. വേറൊരുത്തന്റെ ഉത്തരക്കടലാസ് കണ്ട. ആധുനിക വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവൻ എന്ത് ഉത്തരവാണ് എഴുതിയിരിക്കുന്നത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വളരെ മികച്ച വിദ്യാർത്ഥി, അവനാണ് മിടുക്കൻ. അവനൊരു 10 മാർക്ക് കൊടുത്തേരാ. ഈ ഉത്തരക്കടലാസ് കണ്ട. ഒരൊറ്റ ചോദ്യത്തിന് ഒരു ഉത്തരം എഴുതി. അവനെ തോപ്പിച്ചാര് അവനെ ജയിപ്പിക്കണ്ട. അത് പറ്റൂല. അവനെ ജയിപ്പിച്ചേ പറ്റൂ. അവന് ജയിപ്പിക്കണം. തനിക്കെത്ര എത്ര നിർബന്ധം? ഈ കടലാസിന്റെ ഏറ്റവും അടിയിൽ എഴുതിയിരിക്കുന്ന കണ്ട. എന്താണ്? ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ എന്നെ ജയിപ്പിക്കടാന്ന്. എതിർപ്പത്തെ ചോദിച്ചത് വിജയിപ്പിച്ചാരാ. സാറേ, നമുക്ക് അവനൊരു A ഗ്രേഡ് കൊടുത്താലോ? അവന് ഗ്രേഡ് അല്ല കൊടുക്കേണ്ടത്, അവന്റെ അണ്ണാക്കിലേക്ക് ഗ്രാനൈറ്റ് പൊട്ടിക്കാ വേണ്ടത്. അല്ല പിന്നെ സാറേ, ഈ പരീക്ഷ പേപ്പറൊക്കെ നോക്കിട്ടേ എനിക്ക് ഇന്ന് വൈകുന്നേരത്തിന് നേരത്തെ വിടണം. അതെന്താണോ? എന്റെ മൂത്രം ഒന്ന് ടെസ്റ്റിന് വിടണം. തന്റെ മൂത്ര ടെസ്റ്റിനോ സച്ചിനോ ധോണി എങ്ങാനും ആണോ? സാറേ, ഇവിടെ ഏതെങ്കിലും ഒരു സാർ കൃത്യസമയത്ത് സ്കൂളിൽ ഹാജരാകുന്നുണ്ടോ? ഇനി മറ്റുള്ള സാറന്മാരെ കുറ്റം പറ. ഷെർലി ടീച്ചർ അവിടെ. ഷെർലി ടീച്ചർ ഏതാ മാസം? ഇത് 9ാം മാസം. അവർക്ക് പ്രസവത്തിന് പോട്ടെ. പോട്ടെ. മാലിനി ടീച്ചർ ഇവിടെ. മാലി ടീച്ചർ ഏതാ മാസം? ഇത് 7ാം മാസം. 6ാം മാസം. അവര് പലഹാരം കൊടുത്ത് വയറിലാണ്ട് വിളിച്ചോണ്ട് പോകാൻ പോയേക്കാ. സന്ധ്യ ടീച്ചർ എവിടെ? സന്ധ്യ ടീച്ചറെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? 4 മാസമായി. അവളെ മോക്ക് എത്ര മാസം? 3ാം മാസം. അതിന് ആശുപത്രി കൊണ്ട് കാണിക്കണ്ടേ? അവർ ലീവ് എടുത്ത് പോയിരിക്കുക. ശരിയാണ്. എനിക്ക് ഭയങ്കര ഒരു സംശയം സാറേ. സാർ ഇവിടുത്തെ HM ആണോ അതാ ഗൈനക്കോളജിസ്റ്റ് ആണ്? ഞാൻ ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റ്. അല്ല, താൻ എന്നെ ചോദ്യം ചെയ്യാൻ പറ്റില്ലേ? ഈ HM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് മാസ്റ്റർ ആണോ അതാ ഹെഡ് മണ്ടനാണ്? നമസ്കാരം മാഷേ. ആര് മരിച്ചേ? ഇപ്പൊ സംസ്കാരം എന്ന് പറഞ്ഞു. സംസ്കാരം എന്നല്ല, പിന്നെ നമസ്കാരം മാഷേ. അയ്യോ, വാവരിക്കൂല, വാവ തൊട്ടിലി കിടക്കണ്. ആരാ മനസ്സിലായില്ല? ബോസ്. ഏത് കൊള്ള സംഘത്തില്? കൊള്ള സംഘമല്ല, സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛൻ. സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛനല്ലേ? അയ്യോ, നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛനല്ല. ഞാൻ 7Bയിൽ പഠിക്കുന്ന സുഭാഷ് ചന്ദ്രന്റെ അച്ഛൻ ബോസാണ്. ഇയാളെ മോയി ഈ സ്കൂളിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയോ? അത് പറയാൻ വേണ്ടി ഒരു മീറ്റിംഗിനാണ് ഇയാളെ വിളിച്ചത്. അത് കൊള്ളാം. എന്റെ മോൻ എന്റെ വീട്ടിൽ നിന്ന് എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അറിയാമോ?
വല്ല മീറ്റിംഗ് ഞാൻ വല്ല സാറുമാരെ കണ്ട് വിളിച്ചിട്ടുണ്ടാവും. ആയ്, ദാണ്ടെ കിടക്കുന്നത്. എടോ തന്റെ മോനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ആ അതറിയാൻ ഞാൻ വന്നത്. എന്ത് കാര്യത്തിനാണ് എന്റെ മോനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്? തന്റെ മോൻ ക്ലാസ്സിൽ നിന്ന് ചുമച്ചു. എന്റെ ദൈവമേ, എന്റെ മോൻ ഒരു ചുമച്ചാനാണ് പുറത്താക്കിയത്. എടോ, വെറുതെ ചുമച്ചേനല്ല, ബീഡി വലിച്ചിട്ട് ചുമച്ചേനാണ് പുറത്താക്കിയത്. തണുത്തിട്ടായിരിക്കും മാഷെ. തണുത്തിട്ടാ? ആ എന്റെ മുത്തശ്ശന് തണുപ്പ് വരുമ്പോ വീഡിയോ വിളിക്കേ. മാഷ് തണുക്കേണ്ടി ഒരു ബീഡി തരാട്ടാ. തണുക്കുമല്ല, എനിക്ക് ചൂട് വന്ന് കയറാം, തനക്കിട്ട് തരാൻ വേണ്ടി. അല്ല പിന്നെ മാഷിന് ഇപ്പോഴും എന്നെ മനസ്സിലായിട്ട് അതാണ് സംഭവം. തൃക്കാക്കര LP സ്കൂളിൽ മാഷ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനാ? ആ ഞാൻ തൃക്കാക്കര സ്കൂളിൽ ഇരുന്നിട്ടുണ്ടല്ലോ. അന്ന് എന്നമ്മ ഞാനായിരുന്നു അവിടെ. അവിടുത്തെ അച്ഛമ്മ ഞാനല്ലായിരുന്ന? അല്ല മാഷ് അച്ഛമ്മ ഞാൻ അവിടുത്തെ എന്നമ്മായിരുന്നു. എന്നമ്മെന്ന് പറഞ്ഞ തിക്കറിമുള്ളി. അത് നീയായിരുന്ന? സാറേ, ആ കഷായം പറ്റിയ വടിയും കെടുത്താണ്. ചെറിയ കടകടപ്പൊടി വന്നാണ്. എന്ത്? ഇവൻ കണക്കിന് ഭയങ്കര വീക്കായിരുന്നു. അച്ഛനും കണക്ക് മോനും കണക്ക്. അത് തന്നെ. എടോ, തന്റെ മോന്റെ അടുത്ത് കണക്കിൽ ഏത് ചോദ്യം ചോദിച്ചാലും അവൻ ഒരു ഉത്തരം മാത്രമേ പറയാനുള്ളൂ. എടാ 7 7 എത്രാന്ന് അവൻ എന്താ പറഞ്ഞെന്നറിയോ? 14. കറക്റ്റ് അല്ലേ? 1 13 എത്ര ചോദിച്ചപ്പോഴും അവൻ പറഞ്ഞു 14. കറക്റ്റ് അല്ലേ? ഞാൻ ചോദിച്ചു 12 2 എത്രാന്ന്, അപ്പോഴും അവൻ പറഞ്ഞു 14. അതും കറക്റ്റ് അല്ലേ? 8 6 എത്ര ചോദിച്ചപ്പോഴും പറയണു 14. അതും കറക്റ്റ് അല്ലേ? എടോ, തന്റെ മോൻ ഏത് ചോദ്യം ചോദിച്ചാലും 14 ഉത്തരം ഉള്ളോ? കറക്റ്റ് അല്ല. ആ, ഇപ്പോഴെങ്കിലും തനിക്ക് മനസ്സിലായല്ലോ തന്റെ മോൻ പറഞ്ഞത് കറക്റ്റ് അല്ല. അതല്ല, അവനെ പഠിപ്പിക്കുന്ന മാഷുമാര് കറക്റ്റ് അല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ കറക്റ്റ് അല്ല. ഞങ്ങൾ correct അല്ല. എനിക്ക് താൻ പറ 7 7 എത്രാന്ന്? 77. അതല്ല, എനിക്ക് വേറെ കാര്യം എന്താണ് സാറേ? പറയാനുള്ളൂ. തന്നെ ഇവിടുത്തെ എന്റെ രമ ടീച്ചറെ നോക്കി തന്റെ രമ ടീച്ചർ? അല്ല, നമ്മുടെ സ്കൂളിലെ രമ ടീച്ചറെ നോക്കി തന്റെ മോൻ എന്താ വിളിച്ചെന്നറിയാമോ? കോഴി എന്ന്. പഠിപ്പിക്കുന്ന ടീച്ചർമാരെ കോഴി എന്ന് വിളിക്കാൻ കൊള്ളാവോ? അങ്ങനെ വിളിച്ച എന്താ കുഴപ്പം? അവന്റെ എല്ലാ പരീക്ഷ പേപ്പറിലും മുട്ടയിട്ട് കൊടുക്കുന്ന ടീച്ചറെ പിന്നെ കോഴി എന്നല്ലാണ്ട് കങ്കാരെന്ന് വിളിക്കാൻ പറ്റുമോ? എങ്ങനെ മുട്ട കിട്ടാതിരിക്കും? അത് മാത്രമല്ല, ഒരു ദിവസം മഴയത്ത് ഞാൻ സ്കൂളിന്റെ വരാന്തയിൽ അങ്ങനെ നിൽക്കുക. ഇയാളുടെ പുറകിൽ കൂടെ വന്ന് എന്റെ തോളിൽ തട്ടിയിട്ട് ലാൽസലാം സിനിമയിൽ മുരളി മോഹൻലാലിനോട് ചോദിക്കുമല്ലോ ആ ഒരു ചോദ്യം, സാറേ തീപ്പെട്ടി ഉണ്ടോ ബീഡി കത്തിക്കാനാണ്. എന്നിട്ട് മാഷ് എന്ത് പറഞ്ഞു? അവന്റെ ചെവി പിടിച്ച് ഞാൻ പൊന്നാക്കി വിട്ടു. അവൻ എന്റെ മോൻ തന്നെയാണ്. ആണോ? അവൻ അങ്ങനെ തന്നെ ചെയ്യാൻ പാടില്ല. പിന്നെ ഇത്രയും ശമ്പളം മേടിക്കുന്ന മാഷിന്റെ അടുത്ത് വന്നിട്ട് തീപ്പെട്ടി ഉണ്ടാന്ന് ലൈറ്ററല്ലേ ചോദിക്കേണ്ടത്? ലൈറ്ററല്ലേ സാറേ ചോദിക്കുന്നത്? അതാവുമ്പോ മഴയത്ത് നനയൂല. അപ്പൊ ഇനി മുതൽ ലൈറ്റർ മേടിച്ചു വയ്ക്കാം. അതെ മാഷെ, നിങ്ങൾ കുറെ നേരിട്ട് എന്റെ മോനെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നു. നിങ്ങൾക്കറിയാമോ, എന്റെ മോൻ ഒരു ഡോക്ടറായി കണ്ട് മരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഇത്രയും ഭാഗ്യമുള്ള ഒരു മനുഷ്യനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. ഇയാൾക്ക് മരണമില്ല. ഡോക്ടർ ആവാൻ പറ്റിയ സാധനം. എന്തൊക്കെ പറഞ്ഞാൽ ശരി തന്നെ, തന്റെ മകനെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്റെ മകനെ വിളിച്ചോളൂ, തരത്തരം പെടുത്ത് പൊക്കൊള്ളുക. അങ്ങനെയാണെങ്കിലേ എനിക്ക് AC താ. അതാണ്ട സർക്കാർ സ്കൂളിൽ ഒരു ഫാൻ പോലും ഇല്ല. അപ്പൊ അവന് AC വേണോ? അതല്ലെന്ന് എന്റെ മോന്റെ ബുക്കും പേപ്പറും തരാൻ. തന്റെ മോനെന്താ ലൈലൻഡ് ലോറിയാ ബുക്കും പേപ്പറും തരാൻ? അതല്ല, നീ സ്കൂളിൽ കൊടുക്കൂലേ ഉച്ചക്കത്തെ വേറെ സാധനം? മുട്ടയും പാലും. മുട്ടയും പാലും മറ്റേ ദേശം വരുമ്പോ നിങ്ങൾ കൊടുക്കൂലേ? നല്ല അടി വെച്ച് കൊടുക്കും. അതല്ലെന്ന് മറ്റേ എഴുതിങ്ങനെ കൊടുക്കൂലേ പറഞ്ഞു വിടുമ്പേ? ആണ്. അതിനാണോ പാട്? ഞാൻ ഇപ്പൊ എഴുതി തരാം. അല്ല പിന്നെ അവനെ ഒന്ന് വളയ്ക്കാൻ നോക്ക് സാറേ. അയ്യോ, ഞാൻ അത്രക്കാരല്ലേ. അതല്ല സാറേ, സാറേ ഇവിടുന്ന് TC എഴുതി കൊടുക്കുമ്പോ ഒരു കുട്ടി നമുക്ക് നഷ്ടപ്പെടൂല. നഷ്ടപ്പെട്ടോട്ടെ. അങ്ങനെ നഷ്ടപ്പെട്ട സാറിന്റെ എന്റെ ജോലി തെറിക്കൂലേ? ജോലി തെറിച്ചോട്ട് സാറേ ഡിവിഷൻ ഫാള് സംഭവിക്കൂലേ സാറേ? ഡിവിഷൻ ഫാള് സംഭവിക്കും. അതുകൊണ്ട് ആ മുട്ടത്തിലെ എന്റെ മോനെ എങ്ങനെയെങ്കിലും അകത്ത് കയറ്റാൻ നോക്ക്. അങ്ങനെയാ ഈ TC എന്ന് പറയുന്ന സാധനേ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചാൽ എടുത്ത് തരാനൊന്നും പറ്റത്തില്ല. ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞ് TC തരാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇയാൾക്ക് ഒരു അവസരവും കൂടെ കൊടുത്താലോ സാറേ? വർക്കി സാർ പറഞ്ഞതുകൊണ്ട് തന്റെ മകന് ഞാൻ ഒരു അവസരം കൊടുത്തരാണ്. പിന്നെ അവന്റെ അടുത്ത് പറയണം, സ്കൂളിലോ പരിസരത്തോ ബീഡി വലിക്കരുത്. അവനെ സങ്കടം വരുമ്പോഴാണ് ഈ ബീഡി വലിക്കുന്നത്. അയ്യോ, സങ്കടം വരുമ്പോഴാണ് അവൻ ബീഡി വലിക്കുന്നത്. അപ്പൊ ഈ സങ്കടം വരുന്ന കാര്യങ്ങളൊന്നും ഇനി അവന്റെ അടുത്ത് നമ്മൾ പറയുന്നില്ല. സങ്കടപ്പെടുത്തൂല, ഒന്നും പറയില്ല. തന്റെ മകന്റെ അടുത്ത് ക്ലാസ്സിൽ കയറിക്കോളാൻ പറ. താങ്ക് യു മാഷേ. എന്റെ വർക്കി സാറേ, ഇയാളപ്പൊ പറഞ്ഞില്ല ഞാൻ TC കൊടുത്തതിന് ഡിവിഷൻ പാള് സംഭവിച്ചതിന് നമ്മുടെ ജോലി പോയാ. അല്ല മാഷേ, നിങ്ങളുടെ കയ്യിൽ ഒരു സിഗരറ്റ് തരാണ്ടോ? എന്തിനാണ്? അല്ല, ഇപ്പൊ അവനെ ക്ലാസ്സിൽ കയറ്റിയല്ല. ഈ കാര്യം ഞാൻ അവന്റെ അടുത്ത് പറയുമ്പോൾ അവന് സന്തോഷം വന്നു കഴിഞ്ഞാൽ എന്റെ മോനെ അപ്പൊ ഒരു സിഗരറ്റ് വലിക്കണം. വർക്കി സാറേ, അല്ല ആ ബോർഡ് എടുത്ത് വെക്ക്, നാട്ടുകാർ മൊത്തം കാണട്ടെ. ഈ സ്കൂളിന് നല്ലൊരു കൈഡി. വിജയകുട്ടൻ ചേട്ടാ, ഇവരെ നിർത്തിക്കൊണ്ട് എങ്ങനെ പറയണത്, കോമഡി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നില്ല. ശരിക്കും കളിച്ച് നന്നായിട്ട് നല്ല ലെവലിൽ കയറ്റിയിട്ടുണ്ട്. കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ട്. പക്ഷെ ആ ഉത്തരങ്ങളിൽ ചിരിക്കാനുള്ളതൊന്നും ഉണ്ടായില്ലെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. അപ്പോൾ അടുത്തതിന് കാണാം നമുക്ക്. താങ്ക് യു ചേട്ടാ. ഷാജൻ ചേട്ടാ, നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, നമ്മൾ എന്താണ് പറയാൻ പോകുന്നതൊക്കെ. അപ്പോൾ അതെ, നിങ്ങൾക്ക് പറയാൻ കുറേ കാരണങ്ങളുണ്ടാവാം. പക്ഷെ ഇതൊന്നും നമുക്ക് പ്രേക്ഷകർക്ക് അറിയേണ്ട കാരണങ്ങളല്ല. അവർക്ക് നിങ്ങൾ വരുമ്പം ചിരിക്കുക, നിങ്ങളുടെ സ്കിറ്റാണെന്ന് അറിയുമ്പോൾ അവർ ചിരിക്കാൻ റെഡി ആയിട്ടിരിക്കും. അപ്പം നമ്മൾ അവരോട് ചെയ്യുന്നൊരു വലിയ തെറ്റ് തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം അതുണ്ടാവാതെ ഒരു ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് വരണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക? അല്ല, കിഷോറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിഷോർ നല്ല ബെസ്റ്റായിട്ട് അഭിനയിക്കുന്ന ഒരാളാണല്ലോ. ആ കൂടെ തന്നെ കിഷോറിന് വേറൊരു കഴിവുണ്ട്. ഒരു സ്കിറ്റ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഏറ്റവും സ്പീഡ് കൂട്ടി അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്.
അതാണ് ഇപ്പോൾ ഇതിൽ സംഭവിച്ചത്. നല്ല ഒരു സാധനമല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം ഇതിൻ്റെ അകത്തൊന്നുമില്ല നമുക്ക് പറയാനായിട്ട്. അത് മൊത്തത്തിൽ ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാതെ അടുത്ത പ്രാവശ്യം നന്നാക്കാനായിട്ട് ശ്രമിക്കുക. അത്ര മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഗംഭീരമാക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഷാജൻ ചേട്ടാ, ഇതിന്റെ മാർക്സ്? ഞാനൊരു 5000 രൂപ. ഞാനൊരു 4000 രൂപ. ടോട്ടൽ 9000. ചേട്ടാ, ടോട്ടൽ എമൗണ്ട് ബാക്കി ഇവിടെ കൊടുത്തു 15000 രൂപ. ഇത് നമുക്കൊരു എമൗണ്ടേ അല്ല, അടുത്ത പ്രാവശ്യം നല്ല എമൗണ്ട് വാങ്ങിക്കണം കേട്ടോ വിജേട്ടാ. ബ്രോ ചെറുബായ്, അടുത്ത പ്രാവശ്യം കേട്ടോ. അടിച്ചു പൊളിക്കാം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ കഴിഞ്ഞു. അല്ല, അതാകുമ്പോഴാണ് ഇങ്ങനെ ഡൗൺ ആവും. നമ്മൾ ബൈ പറഞ്ഞു പോകാൻ ഒരു മനസ്സില്ല. ഈ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത് നമ്മൾ അറിയുന്നില്ല കേട്ടോ. ഈ ചിരിച്ചിരിച്ചിരുന്നിട്ട് പെട്ടെന്ന് നീ ടൈം ഇങ്ങനെ കാണിക്കുമ്പോഴാണ് അയ്യോ ഒന്ന് തീർന്നു. എന്നോട് ഇങ്ങനെ പറയും, എടാ എപ്പിസോഡ് കഴിഞ്ഞു എന്നാ പോകാന്ന് പറയുമ്പോഴാണ് ഇങ്ങനെ ടൈം നോക്കുക. അപ്പൊ തന്നെ കംപ്ലീറ്റ് ചാർജും അങ്ങ് തീരും. ഇവരടുത്ത സ്കിറ്റ് പ്രതീക്ഷിച്ചിരിക്കുക. എങ്ങനെ പറയും നമ്മൾ ഇവരോട്? നാളെ വരാൻ പറയൂ. അല്ല, ഒരു കാര്യം ചെയ്യ്, ജീവ ഒരു സ്റ്റാൻഡപ്പ് കോമഡി നാളെ പോയിട്ട് നാളെ വരാം. ഓക്കെ, തൽക്കാലം ഇന്നത്തെ ഐറ്റങ്ങളെല്ലാം കഴിഞ്ഞു. ഒരു ഐറ്റം ഇനി ആരും പ്രതീക്ഷിക്കരുത്. അപ്പോൾ നിങ്ങളൊക്കെ നന്നായിട്ട് പോയി കിടന്നുറങ്ങണം. നിങ്ങൾ നല്ല ഓഡിയൻസ് ആയിരുന്നു, നല്ലൊരു കൈഡി. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ചേച്ചിമാർക്കും അമ്മമാർക്കും ഞങ്ങളുടെ ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓട്ടെ, ഓക്കെ, അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ശുഭരാത്രി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.